السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. لا حول ولا قوة إلا بالله العلي العظيم. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: ألا لكل ابن آدم في قلبه بيتان، وفي أحدهما ملك وفي الآخر شيطان. صدق رسوله الكريم. ثم رضا النبي بكر وأن عمري وأن علي عثمان ذي الكرم سعد سعيد زبير طلحة وأبي
عبيدة وابن عوف آشر الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى محمد سيدنا محمد. പ്രദേശത്തിന്റെയും സദസ്സിന്റെയും സമൂഹത്തിന്റെയും അത്താണിയും വെളിച്ചവുമായ സമാദരണീയനായ തങ്ങളവർകൾ, ബഹുമാന്യനായ സ്ഥലം മുദരിസ് ലത്തീഫി, ബഹുമാനപ്പെട്ട സദർ, സ്റ്റേജിലും താഴെയുമുള്ള മഹാന്മാരായ കാരണവന്മാരെ, മാനേജ്മെന്റ് പ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാന്യരായ ഉമ്മപെങ്ങന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ശഅബാനിന്റെ പവിത്രമായ ബറാഅത്തിലേക്ക് ചാരി നിൽക്കുന്ന രാവുകളിൽ ഒന്നായി ഇന്നും ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് അല്ലാഹു അവസരം നൽകിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി സദസ്സ് അംഗീകരിക്കട്ടെ. നമ്മളൊക്കെ ഒരു യാത്രയിലാണ്. ഉമ്മന്റെ ഗർഭാശയ ഈ യാത്രക്കിടയിൽ ഉമ്മന്റെ ഗർഭാശയത്തിൽ നിന്നാണ് ഭൂമിയിലേക്ക് നമ്മൾ വന്നത്. അതിനുമുമ്പ് ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള യാത്രയാണ്. ഇത് ആലമു ദുനിയയാണ്. ഇനി ആലമുൽ ബർസഖാണ്, പിന്നെ ആലമുൽ ജസാ ആണ്. ഇതൊക്കെ ഒരു താൽക്കാലികമായ കണ്ടുമുട്ടലാണ്. ഇതിനേക്കാൾ സന്തോഷത്തോടെ സ്വർഗത്തിൽ ഏറ്റവും വലിയ സന്തോഷം അള്ളാഹുവിനെ കാണലും അവന്റെ ഹബീബിനെ കാണലുമാണ്. ആ ഒരു സൗഭാഗ്യത്തിലേക്ക് അള്ളാഹു നമ്മെ വഴി നടത്തട്ടെ. സ്വർഗത്തിൽ ഏറ്റവും വലിയ സന്തോഷം നമ്പർ 1 അള്ളാഹുവിനെ കാണല. സ്വർഗത്തിൽ ഇങ്ങനെ പ്രവേശിച്ച ആളുകൾ അവിടെയുള്ള അരുവികളും പൂക്കളും പൂന്തോപ്പുകളും കൊട്ടാരങ്ങളും ഫ്രൂട്ട്സും സുഭിക്ഷമായ ഭക്ഷണവും വിതരപ്പെട്ട മുത്തുകളെ പോലെയുള്ള ഹൂറിലിങ്ങളും അവരുമായിട്ടൊക്കെ സല്ലപിക്കുമ്പോ സുഖിക്കുമ്പോ പെട്ടെന്ന് കർട്ടനങ്ങ് നീങ്ങും. ഹിജാബ് അങ്ങ് ഉയർത്തപ്പെടും. സ്വർഗത്തിൽ കടന്ന മുഴുവൻ ആളുകളും അല്ലാഹുവിനെ കാണും. ആ ഒരു സമയമുണ്ട്. ഐ ലവ് യു അല്ലാഹ്. ആ സമയത്ത് ഹൂറിലീങ്ങളുടെ കൈ പിടിച്ച ആളുകൾ മൊത്തം ആ കൈവിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ലിഖായിന്റെ മാധുര്യത്തിൽ ആറാടും. ആ സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. അവിടെ രണ്ടാമത്തെ സന്തോഷവും സൗഭാഗ്യവും ലോക സൃഷ്ടിപ്പിന്റെ കാരണക്കാരനായ ഹൃദയങ്ങളുടെ ചൈതന്യമായ ആത്മാവിന്റെ പുളകമായ അമാനുഷികമായ ശുദ്ധികളുടെ മനുഷ്യ വ്യാഖ്യാനമായ ആത്മാവിന്റെ ഔഷധമേ, ജീവിതത്തിന്റെ സുഗന്ധമേ, മക്കയിൽ ഉദിച്ച പ്രഭയെ, മദീനയിൽ നിദ്ര കൊള്ളുന്ന നിലാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണലുമാണ്. ഇത് രണ്ടും അല്ലാഹു നമുക്ക് നൽകട്ടെ. ഈ രണ്ട് സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഞാൻ പേരക്കുട്ടിന്റെ അടുത്ത് നിന്നിട്ടാണ് ദ്വാർക്കണത്. അല്ലാഹു നീ കബൂലാക്കണേ റബ്ബേ. പടച്ച തമ്പുരാനെ, ഞങ്ങൾക്ക് എന്ത് പോരായ്മകൾ ഉണ്ടെങ്കിൽ നീ വലിയവനാണ് തമ്പുരാനെ. റബ്ബേ, ഈ സദസ്സ് നീ കബൂലാക്കണേ റബ്ബേ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. ലോകത്തെ ഏത് മഹാന്മാരും പേടിച്ചത് കബൂലിയത്തിന്. കബൂലിയത്ത്, അള്ളാഹുവിന്റെ അംഗീകാരം, സ്വീകാര്യത ഒരു സംഗതിക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് എല്ലാവരും ബേജാറാക്കി. ഒരു വലിയ മഹാൻ 1000 റക്അത്ത് ചുരുങ്ങിയത് ദിവസം സുന്നത്ത് നിസ്കരിക്കുന്ന മഹാനാണ്. ആ മഹാൻ
സക്കറാത്തിന്റെ ഹാലിൽ പൊട്ടി പൊട്ടി കരയാൻ, യാ റബ്ബ് പൊട്ടി പൊട്ടി കരയാൻ. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാതെ അദ്ദേഹം കിടന്നിറങ്ങൂല. അങ്ങനത്തെ ആളാണ്. സക്കറാത്തിന്റെ സമയത്ത് പൊട്ടി പൊട്ടി കരയാൻ. അപ്പൊ മക്കള് ചോദിച്ചു, വാപ്പേ നിങ്ങൾ എന്തിനാണ് ഈ കാര്യം ചോദിച്ചു? അള്ളാനെ പേടിച്ച് കാര്യമാണ്, അള്ളാനെ പേടിച്ച് കാര്യം. വാപ്പേ അതിന് നിങ്ങൾക്കറിയണോ, ഞങ്ങൾ എപ്പോൾ നോക്കിയാലും നിങ്ങൾ റുകൂഇലാണ്, ഞങ്ങൾ എപ്പോൾ നോക്കിയാലും നിങ്ങൾ സുജൂദിലാണ്, ഞങ്ങൾ എപ്പോൾ നോക്കിയാലും നിങ്ങൾ ഖുർആൻ ഓതുകയാണ്. ആമിർ ഇബ്നു ഖൈസ് എന്ന മഹാനാണ്. അവര് പൊട്ടി പൊട്ടി കരയുകയാണ്. മക്കൾ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ കരയണോ വാപ്പാ? ഏത് സമയം ഞങ്ങൾ നിങ്ങളെ നോക്കുകയാണെങ്കിലും നിങ്ങൾ ഇബാദത്തിലാണ്, നിങ്ങളും കരയണോ അല്ലാഹനെ പേടിച്ചുകൊണ്ട്? ആ സമയത്ത് ആമിർ ഇബ്നു ഖൈസ് മക്കൾക്ക് മുമ്പിലങ്ങോതി, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കൂ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഞാൻ 1000 റക്അത്ത് നിസ്കരിച്ചിട്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞ മുത്തഖീങ്ങളിൽ ഞാൻ പെട്ടോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞ് വഫാത്തായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു, റബ്ബേ അവരുടെ ബർക്കത്ത് കൊണ്ട് ഈ സദസ്സിനെ കബൂലാക്കണേ അല്ലാഹ്. ഉറക്കൊഴിക്കലാണ്, യാത്രയാണ്, അധ്വാനമാണ്, ക്ഷീണമുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്, പ്രായമുള്ളവരുണ്ട്, ഇൽമുള്ളവരുണ്ട്, ദർസുള്ളവരുണ്ട്, കച്ചവടത്തിന്റെ തിരക്കുള്ളവരുണ്ട്. പക്ഷേ ഈ പന്തലിൽ വന്നിരുന്നതും പിരിയുന്നതോ നിന്റെ പൊരുത്തത്തിലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ പിന്നെ ഞാൻ ആളുകൾ ഒന്നായിട്ട് വരുന്നതിന് മുമ്പ് ഒരു ഇടപെടല്, നിസ്കാരമൊക്കെ കഴിഞ്ഞ ആളുകൾ പറയും, പിന്നെ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രയാസമൊന്നുമില്ലെങ്കിൽ ആലിമീങ്ങളും പ്രായമുള്ളവർ രോഗികളല്ലാത്തവരൊക്കെ ഒന്ന് എണീറ്റിട്ട് ഓരോരുത്തരെ കസേരയിട്ടൊന്ന് മുമ്പോട്ട് തന്ന ബാക്കിലൊക്കെ ആളുകൾ ഒന്ന് നിൽക്കുകയാണ്. കാരണം പിന്നെ ഒന്നായിട്ട് വരുമ്പോൾ തീരെ സൗകര്യം ഉണ്ടാവില്ല. ആദ്യം തന്നെ നമ്മൾ സൗകര്യം ചെയ്ത് കൊടുത്ത ഉപകാരമായിരിക്കും അത്. ഓരോരുത്തരും മുമ്പും ബാക്കും നോക്കണ്ട, ഓരോരുത്തർ കസേരയിട്ട് വന്നത്. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ആയിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഉസ്താദ് പെട്ടെന്നൊരു തലകറക്കം, തീരെ സുഖമില്ലാത്തതുകൊണ്ട് വളരെ ക്ഷീണിതനായിട്ട് വീട്ടിൽ കിടക്കുകയാണ്. ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ ആ മഹാനായ മനുഷ്യന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ കൊതിച്ചാലും കണ്ടുകിട്ടാൻ പ്രയാസമുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഞങ്ങളിങ്ങനെ കൊതിക്കേണ്ട നല്ലവരെ കാണാൻ, പോയാൽ പനനീറും മൂർഖൻ പാമ്പാവുന്ന കാലമാണ്. അല്ലാഹുവേ ആ വലിയ മനുഷ്യന് നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ അവരുടെ ആഫിയത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. എന്താണ് ഇങ്ങനെ ദ്വാരക്കണമെന്നറിയോ? അവരെ കുറിച്ച് പഠിച്ചാൽ ഇങ്ങനൊന്നല്ല, നേരം ഉൾക്കൊള്ളം ദ്വാരക്കും. എന്നോട് ഈടെ അടുത്ത് ഒരു മുതലാളി എന്നോട് പറയണം, അത്തിപ്പറ്റ ഉസ്താദ് മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾ പൊരയിലുണ്ടോ ഞാനാണ്ട് വരാന്ന്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ പൊരയിലുണ്ടോ ഞാനങ്ങോട്ട് വരാം. ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സമയത്ത് സുബ്ഹാനമഞ്ചല്ല ഇയാള് പറഞ്ഞു, ഉസ്താദെ ഞാൻ അങ്ങോട്ടല്ലേ വരേണ്ടത്, നിങ്ങൾ ഇന്നെ കാണാൻ അങ്ങോട്ട് വരണ്ടല്ലോ. ഞാൻ പറഞ്ഞാണ്ട് കേട്ടാ മതി, നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ ഇയാളിങ്ങനെ പേടിച്ച്, എന്തിനാണ് ഉസ്താദ് വരുന്നൊരു പുത്തല്ലല്ലോ, നല്ല മഴയുള്ള സമയമാണ്. ഇയാളിത് പറയുമ്പോൾ ഇങ്ങനെ കരയുണ്ട്. നല്ല മഴയുള്ള സമയമാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഉസ്താദ് വണ്ടി എത്തുന്നിട്ട് അയാളെ വീട്ടിക്ക് വണ്ടി പോകില്ല.
എല്ലാരും കൂടി മൊബൈലെടുത്ത് സംസാരിക്കരുതിട്ടാ. ഓപ്പറേറ്റർ അവിടുന്ന് മൊബൈൽ തങ്ങള് അത്യാവശ്യം എല്ലാവരും സംസാരിക്കൂല. അതേമായി എല്ലാവർക്കും മൈക്ക് ഓഫ് ആക്കി തരുമല്ല. നിങ്ങൾ 4 ആള് 4 വന്ന് സംസാരിക്കണേ പിന്നെ ഞാൻ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു മനസ്സിലായണ്ട? കാരണം ഞാന് ഈ വിഷയം കാണാതെ പഠിച്ചിട്ടൊന്ന് പറയില്ല, എനിക്കത് ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ ഇപ്പോൾ സാധനം ചോദിക്കല എന്താ വിഷയം, എന്നിട്ട് അള്ളഹാനോട് പറയും ഇവിടെ ആവശ്യമുള്ള എന്നെ കൊണ്ട് പറയിപ്പിക്കണം. അപ്പൊ ഈ അവിടുന്ന് ഇവിടുന്നൊക്കെ ശബ്ദം വന്നാൽ മെമ്മറിയിൽ നിന്ന് ഇതാണ്ട് പോകും, പിന്നെ വിഷയങ്ങളൊക്കെ തെറ്റുള്ളതുകൊണ്ട്. തങ്ങളെന്ന് പറഞ്ഞാൽ അവർ പിന്നെ വലിയ തിരക്കുള്ള ആളുകളാണ്, അവര് വെറുതെ സംസാരിക്കൂല. അപ്പൊ ഞാൻ ഓഫാക്കി കൊടുത്തത്രേ ഉള്ളൂ. ലോകം മൊത്തം കാണുന്ന ഒരു പരിപാടിയാണ്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ശ്രദ്ധിക്കണം. അപ്പൊ അത്തീബത്ത് ഉസ്താദ് അയാളെ വീട്ടില് മഴയുള്ള സമയത്ത് വണ്ടിയേറ്റ് പോയിട്ട് വണ്ടിയിൽ ഇറങ്ങിയിട്ട്, നിങ്ങൾക്കറിയാലോ അവരവസ്ഥ, സുഖമില്ലാത്ത മനുഷ്യൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുകയാണ്. അപ്പൊ ഇയാളിങ്ങനെ പറിയിൽ കാത്തിരിക്കുക, എന്തെന്ന് വെച്ച്. പിന്നെ ഇന്ന് വൈകുന്നേരം എന്റെ അടുത്തേക്ക് ഒരു പാവപ്പെട്ട ഫക്കീർ വന്നിരുന്നു. അയാൾക്ക് കിണറുണ്ടാക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കിണറുണ്ടാക്കാനുള്ള പൈസ ഇല്ല, അയാൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളെല്ലാരും കൂടി ആൾക്കൊരു കിണറുണ്ടാക്കി കൊടുക്കില്ല എന്ന് വെച്ച്. അയാൾക്കൊരു കിണറുണ്ടാക്കാനുള്ള പൈസ കാണും ഉസ്താദ് ഈ മഴത്ത് കറങ്ങുന്നത് സുഖമില്ലാത്ത സമയത്ത്. ഉമ്മത്തിന് വേണ്ടി ജീവിച്ചു പോയ കുറെ ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അത്തീബത്ത് ഉസ്താദ്. ബഹുമാനപ്പെട്ട തങ്ങളൊക്കെ അതിൽപ്പെട്ടാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മഹാനാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഉമ്മത്തിന് വേണ്ടി നടന്നുപോയ മുസാഫറ. അവരാണ്ടാണ് ഈ മാസം. അല്ലാഹു അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. നിങ്ങളറിയോ ഈ ഇരിക്കുന്ന തങ്ങളെ, ബഹുമാനപ്പെട്ട തങ്ങളെ കുടിക്കൽ ബഹുമാനപ്പെട്ട വലിയുള്ളായി കീശേരി, തെറ്റുണ്ടെങ്കിൽ തങ്ങൾ തിരുത്തും, എന്റെ അറിവാണ് ഞാൻ പറയുന്നത്. കീശേരി മാമൂലെടുത്ത് കുടിരിക്കൽ ക്ഷണിക്കാൻ വേണ്ടി പോയി. ചിന്തിക്കണം. അപ്പൊ ഇവരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. കീശേരി മാമൂലെടുത്തേക്ക് ബഹുമാനപ്പെട്ട അക്കീന്തങ്ങൾ തങ്ങൾ പോയില്ലേ, കുടിരിക്കൽ ക്ഷണിക്കാൻ വേണ്ടി പോയി. ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോ കീശേരി മാമൂലേറിന് കുടിയിരിക്കുകയാണെങ്കിൽ ശാപം 10-20 ഇടയിൽ ഇരിക്കണം. ചിന്തിക്കണം. കുടിയിരിക്കുകയാണെങ്കിൽ ശാപം 10-20 ഇടയിൽ കുടിക്കണം. അപ്പൊ തങ്ങള് കുറച്ച് അധികാരമുള്ള ആളായതുകൊണ്ടൊന്നും കിടത്ത ആൾക്കാരെ അവർക്കാണ്ടൊന്നും കുറച്ചൊക്കെ പറ്റും. എന്താ നിങ്ങൾ 10-20 ഇടയിൽ ഇങ്ങനെ വയ്ക്കണോ? അത് അതിൽ വലിയൊരു ഹൈറുണ്ട്, അങ്ങനെ തന്നെയാണ് നടത്തിക്കൊള്ളുന്നത്. തങ്ങള് നേരെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, എനിക്ക് നിങ്ങളെ കുടിയിരിക്കലിന് വരണം, എന്നിട്ട് ഭക്ഷണം കഴിക്കണം. അതിന്റെ മുമ്പ് ഞങ്ങൾക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ വീട്ടിൽ നിന്നാണ് എന്റെ അവസാനത്തെ ഭക്ഷണം ഇട്ടോന്ന്. നിങ്ങളെ വീട്ടിൽ നിന്നാണ് എന്റെ ജീവിതത്തിൽ അവസാനത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന പ്രകാശഗോപുരം ഹക്കീം തങ്ങളെ വീട്ടിൽ വരികയാണ്. അസർ കഴിഞ്ഞിട്ടാണ് വീട്ടിലുള്ള തിരക്ക് കാരണം ഇവിടെ എത്തിയത്. ആ സമയത്ത് ഉച്ചയ്ക്കുണ്ടാക്കിയിട്ടുള്ള ഊണ് വെച്ചു കൊടുക്കുകയാണ്. സാധാരണത്തിൽ കവിഞ്ഞുകൊണ്ട് തങ്ങളുപ്പാപ്പ വല്ലാതെ തിന്നുകയാണ്. പിന്നെയും തങ്ങൾ പറയുന്നു, ഇനി ഞാൻ ഭക്ഷണം തിന്നൂല്ല. ആ സമയത്ത് ഹക്കീം തങ്ങൾ പറഞ്ഞു, എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഉമ്മത്തിന് വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് ദീർഘായുസ്സ് നൽകട്ടെ. ഏത് സ്ഥലത്തും ദുആ നടത്തിയാൽ ആദ്യമായി ആമീനിന് ആവേശം കാണിക്കുന്ന തങ്ങൾ അതിന് ആമീൻ പറഞ്ഞില്ല. പിന്നീട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. നേതാക്കളെ മനസ്സിലാക്കുന്നിടത്ത് വെക്കരുത്. നിങ്ങള് ഒരു കറുത്ത തൊപ്പിച്ചിട്ട് മന്ത്രിമാരെപ്പോഴും നിൽക്കുമ്പോൾ അത് ഫോറിനങ്ങളാണ് മനസ്സിലാക്കുന്നത്. ആ ഇരിക്കുന്നത് ഉമ്മത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാ ദിവസവും 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചിട്ട് ഉറങ്ങിയുന്ന മഹാനാ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. 11 റക്അത്ത് വിത്ർ നിസ്കരിച്ച് ഉറങ്ങുന്ന മഹാനാ. ചിന്തിക്കണേ.
പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഹക്കീം തങ്ങളെ പിന്നീട് ബഹുമാനപ്പെട്ട കീശ്വരി മുഹമ്മദ് മുസ്ലിയാർ കണ്ടപ്പോൾ പറഞ്ഞു, അതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, 10-ന്റെയും 20-ന്റെയും ഇടയിൽ നിങ്ങൾ കുറ്റൂസ നടത്തിക്കോ. ഈ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്താകുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് മലബാറിലും പുറത്തുമുള്ള ഒരുപാട് സ്വാലിഹീങ്ങൾ, ഒരുപാട് മുദർരിസ്മാർ കേരളത്തിൽ വല്ലാത്തൊരു ആഫത്ത് വരുന്ന സ്വപ്നം കാണുകയാണ്. അതുകൊണ്ട് ഞാൻ പാണക്കാട്ട് തങ്ങൾ പാപ്പാന്റെ ഓർമ്മയിൽ വേദി തുടങ്ങുകയാണ്. എന്തിനു വേണ്ടി? അവർ വഫാത്തായ മാസമാണ്. റബ്ബേ, ആ വലിയ മനുഷ്യനെ ദറജ ഉയർത്തി കൊടുക്കണേ നാഥാ. അല്ലാഹുവേ, തങ്ങന്മാര് വല്ലാത്ത മഹാന്മാരാണ്. ഇന്നും മക്കയിലും മദീനകളിലും പാറിക്കളിക്കുന്ന ഒരുപാട് പ്രാക്കളുണ്ട്. ആ പ്രാക്കളെ ബഹുമാനിക്കണമെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. കാരണം ആ പ്രാക്കള് സൗറിൽ മുസ്തഫ നബിക്ക് അഭയം കൊടുത്ത പ്രാക്കളുടെ താവഴിയിലുള്ള പേരമക്കളാണത്രേ. അള്ളാന്റെ റസൂല് പാർത്ത സൗറിന്റെ ഗുഹയുടെ ഭൂമുഖത്ത് റസൂലുള്ളാഹ്ക്ക് അഭയാവശ്യാർത്ഥം താവളം കെട്ടിയിട്ടുള്ള പ്രാക്കളുടെ താവഴിയിലുള്ള പേരക്കുട്ടികളാണെന്നതുകൊണ്ട് ഇന്ന് മക്ക മദീനകളിൽ പാറിക്കളിക്കുന്ന പ്രാക്കളെ ബഹുമാനിക്കണമെന്ന് പണ്ഡിതന്മാര് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ നേരെ പേരക്കുട്ടികളായ ഈ മഹാന്മാര് എത്ര ബഹുമാനിക്കണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അവരുടെ ബാപ്പയായ പൂക്കോയത്തങ്ങൾ, അവരുടെ അമ്മോശനായ ബാപ്പക്കീത്തങ്ങൾ, ഉമ്മത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വെളിച്ചം തന്നിരുന്ന ഒരുപാട് മഹാന്മാർ മണ്ണിന്റെ അടിയിലാണ്. അവർക്കൊക്കെയും നീ ദറജ നൽകണേ അല്ലാ. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവരുടെ നാക്കുകൾ വിഷമാണ്. നിനക്കറിയോ, ഇങ്ങോട്ട് കയറി വരുന്ന റഷീദ് അലി ശിഹാബ് തങ്ങളുണ്ട്. ആരാണതെന്നറിയോ? സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ആരാന്നറിയോ? ആഫ്രിക്കയിലേക്ക് ബിരുദത്തിന് വേണ്ടി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ കോഴ്സ് പൂർത്തിയാക്കാൻ വേണ്ടി ആഫ്രിക്കയിലേക്ക് പോയി താമസിക്കുന്നതിനിടയിൽ അവിടെ ഒരു കൊള്ള സംഘം തങ്ങളെ വളയുകയാണ്. അവരെക്കാരാ ഒരു കൊള്ള സംഘം. പാണക്കാട് തങ്ങന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്. അവര് ടൂർ പോയാൽ ഇങ്ങനെ നടന്നൊന്ന് കാണും. എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ അബ്ബാസിനങ്ങളൊക്കെ മദ്രാസ് ഒരുപാട് തവണ പ്രഭാഷണത്തിന് പോയിട്ടുണ്ട്. തങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട്. തങ്ങൾ റൂമിൽ ഇരിക്കൂല. തങ്ങൾ ഇങ്ങനെ അള്ളാന്റെ അജായിബ് കാണാൻ. ശിഹാബ് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ അതിന്റെ ആളായിരുന്നു. ഒഴിഞ്ഞ സ്ഥലത്ത് പൂന്തോപ്പിലെ പൂച്ചെടികളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കും. ഖുർആൻ തേടിയൊരു വിഷയം. ഞാൻ ഇപ്പൊ അങ്ങോട്ട് കയറുന്നില്ല. അപ്പൊ റഷീദ് അലി ശിഹാബ് തങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നടക്കാം. ഒരു കൊള്ള മക്കണങ്ങള് ഇവിടെ കയറിയായിരുന്ന ആൾക്ക് സംഭവിച്ചാണ്. തോക്കെടുത്തിട്ട് ഇങ്ങനെ നെഞ്ഞത്തെ വെക്കാൻ നോക്കും. അങ്ങനെ തന്നെ അവരെ പണി. എന്നിട്ട് പോക്കറ്റിലുള്ള തട്ടിപ്പോലാണ്. തങ്ങള് ഷാത്ത് കളിപ്പൊക്കെ ചെല്ലിയിട്ട് സമയം അതിലൊരാൾ പറഞ്ഞു, ആ കുട്ടിനെ വെക്കരുത്, ആ കുട്ടിനെ വെക്കരുത്. സുബ്ഹാനല്ലാഹ്, ആ കുട്ടിനെ വെക്കരുത്, വെറുതെ വിട്ടാൽ ചിന്തിക്കണം. തങ്ങള് അവര് വെറുതെ വിട്ടാലെന്നിട്ട് തോക്കിയാള് മാറ്റിയ സമയത്ത് തങ്ങള് പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു. റൂമിൽ പോയി കിടക്കുകയാണ്. തങ്ങളെവിടെ ഉള്ളത്? ആഫ്രിക്കയിൽ. അപ്പണ്ട് നാട്ടിൽ നിന്ന് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വിളിക്കണം. പോയി കിടന്ന സമയത്ത് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വിളിക്കാം. റഷീദേ, എന്താ എനിക്ക് പറ്റിയത്? വേഗം പറയും. കേരളത്തിൽ നിന്നാണ് ഈ വിളിക്കുന്നത്. റഷീദ് അലി തങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ഇത് വാപ്പറിയാൻ ഒരു മാർഗമില്ല. റഷീദ്, എന്താ എനിക്ക് പറ്റിയത്? പറയും. അപ്പൊ എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇത് പറഞ്ഞാൽ പറ്റൂല. എനിക്ക് പറ്റിയ എന്താ അങ്ങോട്ട് പറയും. എനിക്കൊന്നും പറ്റില്ല. ഞാൻ ഇപ്പൊ കിടന്നിറങ്ങുമ്പോ എനിക്കൊരു അപകടം പറ്റിയ സ്വപ്നം കണ്ടുക്കണം. വേഗം പറയും.
ഞാൻ ഇപ്പോൾ ഇവിടെ കിടന്നപ്പോ ഈ ഒരു വലിയ ഹലാക്ക് പോയി ചാടുന്ന സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട്. വേഗം പറയും എന്താ എനിക്ക് പറ്റിയെന്ന്. അപ്പൊ സംഗതി പറഞ്ഞു. അത് പറഞ്ഞു, ഇനി അവിടെ നിൽക്കണ്ട, അടുത്ത ഫ്ലൈറ്റിന് വേഗം കയറിക്കണ്ട. സമൂഹത്തിനെ ഈ മഹാന്മാർ എങ്ങനെ നയിച്ചു നമ്മൾ ചിന്തിക്കണം. കേട്ടോ, സകല രേഖകളും മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ പറയാം. അങ്ങനെയാണല്ലോ അത്ഭുതങ്ങൾ പറയാം. അത്ഭുതങ്ങൾ പറയുമ്പോ തപ്പിയാ കിട്ടുന്ന പറയണം. അങ്ങനെ സകല രേഖകളും പിടിച്ചോ. മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വഫാത്തായിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എല്ലാ രേഖകളും ഞാൻ പറഞ്ഞുതരാം. ജബ്ബാർ ഫൈസി എന്ന് പറയുന്ന ഒരാള്, ജബ്ബാർ ഫൈസി ഇന്നും കണ്ണൂരിലുണ്ട്. ജബ്ബാർ ഫൈസി, ആ ജബ്ബാർ ഫൈസി വല്ലാത്ത അത്യാസന്ന നിലയിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നിപുണനായ പ്രൊഫസർ പറഞ്ഞു, ഈ കുട്ടി മരിച്ചിരിക്കുന്നു. ഇത് ഞാൻ എവിടോ പറഞ്ഞപ്പോ എന്റെ പ്രസംഗം അപ്പുറം കട്ടിട്ട് ക്ലിപ്പിട്ടുകൊണ്ട് സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കാൻ പരിശ്രമിച്ച പ്രഭാഷകന്മാരും ഇതൊന്ന് കേൾക്കേണ്ടതാണ്. ഏതോ തറാവി 8 നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ പറഞ്ഞു എന്ന് കേട്ടു. നിങ്ങളും കേട്ടോ. ഞാൻ പറഞ്ഞത് മുഴുവനായി ഉൾക്കൊണ്ടുപോകണം ക്ലിപ്പിങ് വെക്കാൻ. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ ഒരു കറാമത്താണ് ഞാൻ പറഞ്ഞത്. അതാ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടെയുള്ള നിപുണനായ ഡോക്ടർ മരിച്ചിരിക്കുന്നു ഈ കുട്ടി എന്ന് വിധി എഴുതിയപ്പോ വാപ്പയും ഉമ്മയും ബന്ധുക്കളും ബഹുമാനപ്പെട്ട ജബ്ബാർ ഫൈസിയെ തുണിയിൽ പൊതിഞ്ഞ് ആംബുലൻസിലിട്ടുകൊണ്ട് ഖബറിലേക്ക് മറമാടാൻ പോവുകയാണ്. ജബ്ബാർ ഫൈസി ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്, ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. ജബ്ബാർ ഫൈസിയുടെ നമ്പർ എന്റെ അടുത്തുണ്ട്. അദ്ദേഹം ഇന്ന് കണ്ണൂർ ദർസ് നടത്തുകയാണ്. അദ്ദേഹം 5 കൊല്ലത്തോളം പാണക്കാട് മുദരിസാണ്. സുബ്ഹാനല്ലാഹ്. ആ ജബ്ബാർ ഫൈസി മരിച്ചു എന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അന്തിമ തീരുമാനം കിട്ടിയിട്ട് ജബ്ബാർ ഫൈസിയെ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് നാട്ടിലതാ കബർ കുഴിച്ചിട്ടുണ്ട്. അങ്ങോട്ട് മറമാടാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴിയിൽ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലൊന്ന് കയറുകയാണ്. അതാ വീടിന്റെ വളപ്പിലേക്ക് ആംബുലൻസ് ഇറങ്ങുന്നത് തങ്ങൾ കണ്ടപ്പോ തങ്ങൾ പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ആ സമയത്ത് ഒരുപാട് ആളുകളുടെ സന്ദർശകരുടെ ഇടയിൽ നിന്ന് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ എണീറ്റുകൊണ്ട് ആംബുലൻസിന്റെ അരികിലേക്ക് പോവുകയാണ്. ആംബുലൻസിന്റെ അരികിലെത്തിയിട്ട് ചോദിച്ചു, എന്ത് പറ്റി? വാപ്പയും ഉമ്മയും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ബന്ധുക്കളും പറഞ്ഞു, തങ്ങളെ പുതിയ പൈസയാ, ബിരുദമെടുത്ത് പുറത്തിറങ്ങിയതാണേ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഖബറിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ ഉമ്മയ്ക്കൊരു സംശയമുണ്ട്, വിരലനങ്ങിയിട്ടുണ്ടോ എന്ന്. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ മയ്യിത്തായി പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ഈ ശരീരത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഈ കുട്ടി മരിച്ചിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നിപുണനായ ഡോക്ടർ മരിച്ചു എന്ന് വിധി എഴുതിയിട്ടുള്ള ജബ്ബാർ ഫൈസിയെ നോക്കിയിട്ട് ഈ കുട്ടി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തങ്ങൾ പറമ്പിലേക്ക് കയറിയിട്ട് ഒരു ഇല പറിച്ചിട്ട് അതിങ്ങനെ ഉരസിയിട്ട് 2 ഭാഗത്തേക്ക് വന്ന് പിളർത്താൻ വേണ്ടി പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒറ്റ തുണിയിൽ പൊതിയപ്പെട്ടുകൊണ്ട് മയ്യിത്തായി കൊണ്ടുപോകുന്ന ജബ്ബാർ ഫൈസിയുടെ വായ, സുബ്ഹാനല്ലാഹ്, 2 ഭാഗത്തേക്കും അങ്ങ് പിളർത്തിയപ്പോൾ തങ്ങളുപ്പാപ്പ തന്റെ കയ്യിലുള്ള ഇലയുടെ സത്ത് ഈ കിടക്കുന്ന കുട്ടിയുടെ വായിലേക്കങ്ങ് ഉറ്റിക്കുകയാ. ആ സമയത്ത് ജബ്ബാർ ഫൈസി ആംബുലൻസിൽ നിന്ന് ചാടി എണീക്കുകയാ. സന്തോഷാദിച്ചുകൊണ്ട് ഉമ്മ കരയുകയാ. ഈ ജബ്ബാർ ഫൈസി 5 കൊല്ലം പാണക്കാട് മുദരിസായിരുന്നു. ജബ്ബാർ ഫൈസി ഇന്നും കണ്ണൂരിലുണ്ട്. ജബ്ബാർ ഫൈസിയുടെ നാട്ടിൽ പോയിട്ട് ജബ്ബാർ ഫൈസിന്റെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇവിടെ വാതിരപ്പോ. ജബ്ബാർ ഫൈസി ഇവിടെ അങ്ങനെ പൈസ ഇല്ലല്ലോ. അപ്പൊ വേറെ ആൾ പറഞ്ഞു, നമ്മളെ മയ്യത്ത് ജബ്ബാറിന്റെ പോരായിരിക്കും ചോദിച്ചേ. കാരണം മൂപ്പര നാട്ടിൽ മൂപ്പര അറിയപ്പെടൽ മയ്യത്ത് ജബ്ബാർ. ജബ്ബാർ ഫൈസി ആണെന്ന് അറിയില്ല. കബർ വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകല്ലേ, പിന്നെ മയ്യത്ത് ജബ്ബാർ. ഇനി കേട്ടോ,
ഫിത്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ കേട്ടോ, നിങ്ങളും കേൾക്കുണ്ടാവില്ല ചിലപ്പോൾ. ഞാൻ പറഞ്ഞത് ജബ്ബാർ വൈസി മരിച്ചിരിക്കണമെന്നല്ല, വെറുതെ മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, മരിച്ചു എന്ന് വിധി എഴുതി, മരിച്ചു എന്ന് ഡോക്ടർ വിധി എഴുതി, പക്ഷേ ജബ്ബാർ വൈസി മരിച്ചിട്ടില്ല. ഞാൻ മരിച്ചു എന്നൊരൊറ്റ പ്രശ്നത്തിൽ പറഞ്ഞില്ല, തെളിയിക്കാൻ പറ്റും. മരിച്ചു എന്ന് വിധി എഴുതി. എന്നിട്ട് ഒരാൾ ചോദിക്കാം, എന്താ ഉമർ അലി ശിഹാബ് നിങ്ങൾ പടച്ചോനാ? ഇനി മരിച്ചാ ജീവിപ്പിച്ചാൽ തന്നെ പടച്ചോനാ, വൈസാനെ ജീവിപ്പിച്ചിരുന്നില്ല. എന്ത് വിഡ്ഢിത്ര പറയുന്നു. ദീന് പറയുമ്പോ കുറച്ച് പഠിച്ചിട്ട് വേണം പറയാൻ. എന്തെങ്കിലും പേരിനപ്പുറത്തൊരു സ്വലാഹിനായ പണ്ഡിതനാവും. ഈ മരിച്ചോരെ ജീവിപ്പിച്ചു കൂട്ടാം, എന്നാ പിന്നെ അങ്ങനെ പടച്ചോനെ കുട്ടി, കാരണം ഈസാനെ ജീവിച്ചിരുന്നില്ലേ? നീ ദജ്ജാല് ജീവിപ്പിക്കൂലേ? നിങ്ങൾ തന്നെയല്ലേ ദജ്ജാലിനെ പടച്ചോനാക്കൽ? ഇങ്ങനെയാണെങ്കിൽ ദജ്ജാൽ ആളെ കൊന്നിട്ട് ജീവിപ്പിക്കുന്ന ഹദീസല്ല, അതിനർത്ഥം ദജ്ജാൽ പടച്ചോനാണ്. പക്ഷെ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് മരിച്ചു എന്ന് വിധി എഴുതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന്, പക്ഷെ അത് മരിച്ചിട്ടില്ല എന്ന് തിരുത്തിയിട്ട് രോഗബാധിതനായി വളരെ അവശനായി കിടക്കുന്ന ജബ്ബാർ ഫൈസിയെ ഒരു ഇലയുടെ കഷ്ടം കൊണ്ട് എണീപ്പിച്ചത് പാണക്കാട്ടുന്ന. ഇത് അത്ഭുതല്ലേ? നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, ആ ജബ്ബാർ ഫൈസി ഉണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ മരിച്ചു മയ്യിത്തായി എന്ന് ഡോക്ടർ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് തലേണന്റെ അടിയിൽ വെച്ചിട്ട് മുപ്പരി കിടക്കൽ തന്നെ. ഇത് അത്ഭുതല്ലേ? ഇത് മൂടേണ്ട കാര്യമാണോ? അതുകൊണ്ട് ചിന്തിക്കണേ, ചിന്തിക്കണേ, പാണക്കാട്ട് തങ്ങന്മാരെ പവർ ചിന്തിക്കണേ. അറിയോ നിങ്ങൾക്ക്, ഇന്ന് ഈ ഉമ്മത്തിന്റെ നേതാവാണ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ വലിയ കറാമത്തുകളിൽ ഒന്നാണ് മജ്ലിസുന്നൂർ. കാരണം മജ്ലിസുന്നൂറൊക്കെ എടുത്തുപോയിട്ട് ആസ്ഥാനത്ത് സിനിമാ സീരിയലുകളെ രംഗത്തിറങ്ങിയപ്പോ മരിച്ചുകൊണ്ടിരിക്കുന്ന പഴയകാല പ്രതാപ വരികളെ രണ്ടാമത് കേരളത്തിലേക്ക് ജനകീയമാക്കി കൊണ്ടുവന്നത് അള്ളാന്റെ മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. അഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടോ, നേരം ലഈനവനാട്ടുവാ ബദരീങ്ങളെ തുണറപ്പന. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മോസീബത്തോ ബദരീങ്ങളെ ബറകത്തിനാലെ കാക്കണായ റബ്ബന. ഇത് ജനകീയമാക്കിയത് ആരാണ്? ഇവിടെ എത്ര ആളുകളുണ്ട്, പക്ഷെ ഇത് ജനകീയമാക്കാൻ പടച്ചവൻ തൗഫീക്ക് നൽകിയത് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കാണ്. അപ്പേ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈടടുത്ത് പാണക്കാട് സയ്യിദ് അമീദ് അലി ശിഹാബ് തങ്ങൾ വിളിച്ചപ്പോൾ ഒരു പരിപാടിക്ക് ഞാൻ പാണക്കാട് പോയിരുന്നു. തങ്ങൾ പാപ്പ എന്നോട് പറഞ്ഞൊരു പള്ളിയുടെ പുനർനിർമ്മാണ ആവശ്യാർത്ഥം അതും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വാള് സംഘടിപ്പിച്ചത്. നിങ്ങൾ പിരിവിന് വല്ലാതെ ബുദ്ധിമുട്ടണ്ട, നിങ്ങളുടെ ഒരു വാളാണ് ഇവിടെ ആവശ്യമുള്ളത്, പറ്റുമെങ്കിൽ പിരിവ് കൂടെ പറഞ്ഞാൽ ഉപകാരമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ സയ്യിദ് പൂക്കോയ തങ്ങളുടെ ഖബറിൽ പോയിട്ട് പറഞ്ഞു, തങ്ങളെ പാണക്കാട് വന്നിട്ട് പിരിച്ചിട്ട് പിരിവ് കിട്ടിയിട്ടില്ലെങ്കിൽ, എവിടെ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല, പക്ഷേ പാണക്കാട്ട് നിന്ന് പിരിവിന് പറഞ്ഞിട്ടത് കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത വിഷമമാണ് തങ്ങളെ. അവിടുത്തെ മദതുണ്ടാകണേ. സുബ്ഹാനല്ലാഹ്. ഞാനതാ വാളിന്റെ സദസ്സിൽ പിരിവ് തുടങ്ങിയപ്പോൾ സംഘാടകരിൽ ഒരു പ്രധാനപ്പെട്ട മനുഷ്യൻ എന്റെ ചുവട്ടിൽ വന്നിട്ട് പറഞ്ഞു, പാണക്കാട്ടെ കൊടപ്പനക്കല തറവാട്ടിൽ നിന്ന് 5 ലക്ഷമാണ്. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ സ്റ്റേജിലുണ്ട്, സയ്യിദ് അമീദ് അലി ശിഹാബ് തങ്ങൾ സ്റ്റേജിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു മൈലീശ്വതങ്ങളും കൂടിയാണ് 5 ലക്ഷം. ഞാൻ ചിന്തിച്ചു, പങ്കാളിത്തത്തിനാണെങ്കിൽ 50,000 തന്നാൽ മതിയല്ലോ. പക്ഷെ അത് അവിടെ സ്റ്റേജിൽ 5 ലക്ഷം തന്നത് മാത്രമല്ല, എത്രയോ പരിപാടികൾ കഴിഞ്ഞിട്ടാണ് എന്റെ സ്റ്റേജിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് ഹൈദർ അലി തങ്ങൾ വന്നത്. അവിടെയൊക്കെയും ഇങ്ങനെയുള്ള പല കൊടുക്കലുകളുമാണ്. ഇവർ ഉമ്മത്തിന് വേണ്ടി നടന്നു പോകുന്ന മഹാന്മാരാ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട വലിയുമായി കീശേരി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ജീവിതകാലത്ത് അവരുടെ പള്ളി പലപ്പോഴും ആർക്കും തുറന്നു കൊടുക്കാറില്ല. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഒരിക്കൽ കീശേരി മുഹമ്മദ് മുസ്ലിയാരെ കാണാൻ ചെന്നപ്പോൾ പള്ളിയുടെ ഉള്ളിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് ഓരോ സ്ഥലങ്ങളിലും ബഹുമാനപ്പെട്ട ഹൈദർ അലി തങ്ങളെ കൊണ്ട് നിസ്കരിപ്പിക്കുകയാണ്.
എന്തിനു വേണ്ടി? ബറക്കത്തിന് വേണ്ടി. കാരണം ആരാണ് തങ്ങൾ പാപ്പ എന്നത് മീശേരി മുഹമ്മദ് മുസ്ലിയാർക്ക് മനസ്സിലായതാ. നമുക്കൊരു വലിയ സന്തോഷമുണ്ട് കേരളക്കാർക്ക്. നമുക്കൊരു സുശക്തമായ നേതൃത്വമുണ്ട് മുസ്ലിം ചെറുപ്പക്കാരാ. ഈ നേതൃത്വത്തിന്റെ പിന്നാലെ നിന്നോ മനുഷ്യനാരെയാണോ സ്നേഹിക്കുന്നത് അവന്റെ കൂടെയാ നബിയുനാ മുഹമ്മദ് മുസ്തഫ. النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه. الله 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 ഹൃദയത്തിന്റെ ചൈതന്യമേ, വിശ്വമാനവികാതയുടെ വിമോചന ഗീതമേ, പ്രപഞ്ചത്തിൽ പ്രഭചൊരിഞ്ഞ പ്രവാചക പ്രഭുവേ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ് ചെറുപ്പക്കാരാ കേരളത്തിലേക്ക് ദീനെത്തിയത്. ഈ കേരളത്തിലേക്ക് ദീന് കൊണ്ടുവന്നത് ഡിക്ഷണറി മതക്കാരല്ല. ഈ കേരളത്തിലേക്ക് ദീന് കൊണ്ടുവന്നത് കേവലം ഏതെങ്കിലും സാഹിത്യങ്ങൾ പഠിച്ചു കൊണ്ടുവന്നത് ഏതെങ്കിലും ആളുകളല്ല. കേരളത്തിലേക്ക് ദീനുമായി കടന്നു വന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശിഷ്യന്മാരായ സ്വഹാബാക്കളാണ്. എന്തുകൊണ്ട്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വല്ലിബല്ലിഗ് ഷാഹിദുൽ ഗൈബ, ഷാഹിദ് ഗൈബിനെ എത്തിച്ചു കൊടുക്കട്ടെ. സ്ഥലത്തുള്ളവന് സ്ഥലത്തില്ലാത്തവന് എത്തിച്ചു കൊടുക്കട്ടെ. അതാ അതിന്റെ അർത്ഥം. ഗൈബിന്റെ ഓപ്പോസിറ്റ് എന്താ? ഷാഹിദ്. ഗൈബിന്റെ ഓപ്പോസിറ്റ് ഹാളിർ. അങ്ങനെയാണെങ്കിൽ ഹാളിർ ഗൈബിനെ എത്തിച്ചു കൊടുക്കട്ടെ എന്നല്ല പറയാം. അങ്ങനെയാണെങ്കിൽ ഹാളിർ ഗൈബിനെ എത്തിച്ചു കൊടുക്കട്ടെ എന്നല്ല പറയാം. പറഞ്ഞ എങ്ങനെയാണ്? ഷാഹിദ് ഗൈബിനെ എത്തിച്ചു കൊടുക്കട്ടെ. എന്താ ഷാഹിദ്? ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ്. ജനങ്ങളുടെ മേൽ ഷാഹിദീങ്ങളാണ് ഉമ്മത്ത്. ജനങ്ങളുടെ മേൽ ഷാഹിദീങ്ങളാണ് ഉമ്മത്ത്. ആ ഉമ്മത്തിൽ ആ ശുഹദായിൽ പ്രഗൽഭരായ സ്വഹാബാക്കൾ. സുബ്ഹാനല്ലാഹ്. ചിന്തിക്കണേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ സാഹിത്യങ്ങളിൽ നിന്നാണ് നമുക്ക് ദീൻ കിട്ടിയത്. ആ സമയത്ത് നമ്മൾ ആയിബീങ്ങളാണ്. ഇവിടെ ആലിമ് ജാഹിലിന് പഠിപ്പിച്ചു കൊടുക്കലല്ല, ഇവിടെ ഷാഹിദ് ഗൈബിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഷാഹിദീങ്ങളായ സ്വഹാബാക്കളാണ് കേരളത്തിലേക്ക് വന്ന് ദീന നട്ടത്. ആ സമയത്ത് അന്ന് അവർ കൊടുങ്ങല്ലൂരിൽ പള്ളി സ്ഥാപിക്കുകയാണ്. അന്ന് സ്വഹാബാക്കൾ സ്ഥാപിച്ച കൊടുങ്ങല്ലൂരിലെ പള്ളിയില് അന്ന് മുതൽ ഞാൻ ഈ വാള് പറയുന്ന ഈ സമയം വരെ സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്തിന് ഒരു സ്പെഷ്യൽ സ്ഥലമില്ല, ഒരു മറയില്ല. ഞാൻ പറയുന്ന എന്നോട് ചെറുപ്പക്കാരൻ വിളിച്ചു ചോദിച്ചു, ചെറുപ്പക്കാരാ നിങ്ങൾ ക്ഷമിക്കണം, പക്ഷെ ഇത് ഞാൻ ഈ പറയണ വളരെ നന്നായി ശ്രദ്ധിക്കണം. ഇത് തലയിലൊന്നാണ്ട് കയറി കിട്ടാൻ 3 സ്ഥലത്ത് ഉറക്കെ ചൊല്ലി ഓർക്കെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. പടച്ചോനെ നീ കബൂലാക്കണ റബ്ബേ. സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ ഈമാനെയും സലാമത്താക്കണ റബ്ബേ. ഞങ്ങൾ ആഖിബത്ത് നന്നാക്കി തരുന്ന റബ്ബേ. ഇത് ഇന്ന് സമൂഹം കുഴയുന്ന വലിയൊരു ഒരു കൺഫ്യൂഷനാണ്. നിങ്ങൾ വളരെയധികം ഗൗരവത്തിൽ ചെറുപ്പക്കാർ ശ്രദ്ധിക്കും. അതായത് ഇന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഹദീസ് ഉദ്ധരിക്കുക. എന്തിന്? പെണ്ണുങ്ങൾ പള്ളിക്ക് പോകണം. ഹദീസ് എന്താവട്ടെ, പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണം. ഹദീസ്. ഇവിടെ ചെറുപ്പക്കാരൻ, ഞാൻ എന്നോട് ഒന്ന് ചോദിക്കട്ടെ, ഇവിടെ ഹദീസ് ഉദ്ധരിക്കാത്തത് ആരാ? ഹദീസ് ഇവിടെ ബാത്തിലായ കാര്യങ്ങൾ ചെലവഴിക്കാൻ ആരാ ഹദീസ് ഉദ്ധരിക്കാത്തത്? ചേകനൂര് വെല്ലുവിളിച്ച വെല്ലുവിളി എനിക്കറിയോ? നിസ്കാരം 5 വക്താണ് എന്നത് സ്വഹീഹായ ഹദീസ് കൊണ്ട് വിളിച്ചാൽ 10 കോടി ഇനാം തരാം. ആ 10 കോടി ഇനാം കേരളത്തിൽ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? തെളിയിച്ചിട്ട് ചിന്തിക്കണം. അതിനർത്ഥം ഹദീസ് ഇല്ല എന്നല്ല. ഇവിടെ വെല്ലുവിളിയും ഹദീസിന്റെ കളിയൊക്കെ കുറെ നേരത്തെ നടത്തുന്നുണ്ട്.
ഇവിടെ മരിച്ചവര് കേൾക്കൂല എന്ന് പറയുന്ന ആൾക്കാര് ബൈബിളല്ല ഉദ്ധരിക്കുന്നത്, ഹദീസ് തന്നെ ഉദ്ധരിക്കുന്നത്. കേൾക്കുന്നു പറയണവര് ഹദീസ ഉദ്ധരിക്കുന്നത്. കുടുങ്ങിയല്ലേ നമ്മൾ? കേൾക്കൂല എന്ന് പറയുന്നവര് ഹദീസ് ഉദ്ധരിക്കാം, കേൾക്കുന്നു പറയുന്നവര് ഹദീസ് ഉദ്ധരിക്കാം. അല്ലേ? നിസ്കാരം നിർബന്ധാന്ന് പറയണ നമ്മൾ ഹദീസ് ഉദ്ധരിക്കാം, നിസ്കാരം നിർബന്ധമില്ല എന്ന് പറയണവര് ഹദീസ് ഉദ്ധരിക്കാം. എവിടെയാണ് പ്രശ്നം? ചിന്തിക്കണേ. ഇവിടെ എന്റെ ഇന്നത്തെ വിഷയത്തിൽ നമ്മുടെ പാത, നമ്മുടെ വഴി എന്നൊരു വിഷയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വിഷയം എന്റെ ചെറുപ്പക്കാരെ പറഞ്ഞു തരുന്നത്. ഇത് ആലിമീങ്ങൾക്കല്ല, ഇത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ. ഇവിടെ എല്ലാവരും ഉദ്ധരിക്കുന്നത് ഹദീസാണ്, എല്ലാവരും ഉദ്ധരിക്കുന്നത് ആയത്താണ്. പക്ഷെ എന്ത് പറ്റി? എന്റെ സ്വഹാബാക്കളാണല്ലോ ഈ ഹദീസിന്റെ ഓഫീസിൽ നിന്ന് വന്നത്. ഈ ഹദീസിന്റെ യൂണിവേഴ്സിറ്റിയിൽ അത് മനഃപ്പാടമാക്കി ഒപ്പം കൂടിയത് സ്വഹാബാക്കളല്ലേ. അവർ ഇങ്ങോട്ട് വന്നിട്ട് പള്ളി നിർമ്മിച്ചപ്പോ അങ്ങനെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണമെന്നൊരു ഹദീസ് ഉണ്ടെങ്കിൽ അവരല്ലേ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പ്രത്യേക മറ കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ അതാ കൊടുങ്ങല്ലൂരിലെ പള്ളിയിലെ മറയില്ലല്ലോ, കാസർഗോഡ് പള്ളിയിൽ മറയില്ലല്ലോ. ഈ ഹദീസുകളൊക്കെ നമ്മേക്കാൾ നേരത്തെ മനഃപ്പാടമാക്കിയ സ്വഹാബാക്കളുണ്ട്. അതാ അങ്ങനെ ഒരു ഹദീസിലൂടെ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മറകെട്ടാതിരുന്നത് മുഅ്മിനേ. ഞാൻ ആരെയും വിമർശിക്കുകയല്ല, പക്ഷേ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചുകൂടെ? വിമർശിക്കൽ എന്റെ തൊഴിലല്ല, പക്ഷെ എന്നാലും ബുദ്ധി കൊണ്ട് നിയമിച്ചു. എന്തേ അവിടെ ഒന്നും മറില്ലാതിരുന്നത്? എന്തേ? അപ്പൊ മനസ്സിലായി, ഹദീസ് കൊണ്ട് മാത്രം അമല് ചെയ്യാൻ പറ്റൂല, ഖുർആൻ ആയത്ത് കൊണ്ട് നമുക്ക് അമല് ചെയ്യാൻ പറ്റൂല. അതൊക്കെ വേറെ ആളുകൾ കൈകാര്യം ചെയ്തിട്ട് നമുക്ക് പഠിപ്പിച്ചു തരണം. എന്താ കാരണം? ഒരു ഉദാഹരണം കേട്ടോ. മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ ഈ കൺഫ്യൂഷൻ ആദ്യം തീർക്കണം, എന്നിട്ട് ഞാൻ ചരിത്രങ്ങളിലേക്ക് കടക്കാം. ഇത് എന്നോട് ഒരാൾ ചോദിച്ചത്, അത് ഒരാളെ മാത്രം സൗകര്യമല്ല, ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഒരാൾ ചോദിച്ചത്. അതുകൊണ്ട് പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ മഹ്ദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ പട്ടിണിയാണ്. വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളാണ്. ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ ഖുർആനിലുള്ള ആയത്ത് ഓർക്കുകയാണ്. വാപ്പ മരിച്ചാൽ അതാ മകളാണെങ്കിൽ, ആൺകുട്ടികളില്ലെങ്കിൽ മകൾക്ക് ഫലഹന്നിസ്ഫോ, വാപ്പന്റെ സ്വത്തിൽ നിന്ന് പകുതിയാണ് കൊടുക്കേണ്ടത്. എന്റെ വാപ്പന്റെ സ്വത്ത് അതാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് കൈകാര്യം ചെയ്യുന്നത്. വല്ലാതെ സ്വത്തില്ല, പക്ഷെ ഉള്ളതിൽ നിന്ന് മകളാകുന്ന എനിക്കുള്ള പകുതി കിട്ടിയാൽ ഒരു 2 ദിവസത്തെ പട്ടിണി അകറ്റാമല്ലോ. എന്നിനാൽ ഫാത്തിമ റളിയല്ലാഹു തആല വാപ്പന്റെ സ്വത്ത് ഖുർആൻ പറഞ്ഞത് വാങ്ങാൻ സിദ്ദീഖിനെ സമീപിക്കുകയാണ്. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീവിയോട് പറയുന്നു, മോളെ വാപ്പന്റെ സ്വത്തിൽ നിന്ന് തരൂല്ല. വാപ്പാന്റെ സ്വത്തിൽ നിന്ന് ഒന്നും തരൂല. ആര്? സിദ്ദീഖ്. എല്ലാവരും നല്ല മനസ്സിലാക്കണ്ട, തരൂല. ഫാത്തിമ പറഞ്ഞു, ഫലഹൻ നിസ്ഫുന്നല്ല ഉള്ളത് ഖുർആനില്. ഖുർആനിൽ അങ്ങനെ കണ്ടു, പക്ഷെ ഞാൻ തരൂല. ഖുർആനിൽ അങ്ങനെ ഉണ്ട്, പക്ഷെ ഞാൻ തരൂല. അതെന്താ? ഖുർആനിൽ മകൾക്ക് പകുതി കൊടുക്കണമെന്നുണ്ട്, പക്ഷെ വാപ്പന്റെ ഒരു ഹദീസ് ഉണ്ട്, അമ്പിയാക്കളുടെ സ്വത്ത് അനന്തരെടുക്കൂല, അമ്പിയാക്കളുടെ സ്വത്ത് മക്കൾ അനന്തരെടുക്കൂല എന്ന ഹദീസുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിത് തരാൻ പറ്റൂല. മനസ്സിലായില്ലേ? ആയത്തുകൊണ്ട് അമൽ ചെയ്യാൻ പറ്റൂല, ആയത്ത് കൊണ്ട് അമൽ ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലായില്ലേ? ഇനി ആയത്ത് കൊണ്ട് അമൽ ചെയ്യണം എന്ന് പറയുന്ന ആളുകളെ ഞാൻ വെല്ലുവിളിക്കണില്ല, ഞാൻ മെല്ലെ വിളിക്കണം. നിങ്ങളൊന്ന് തെളിയിച്ചോ, ജുമുഅ ദിവസം ഉച്ചക്ക് 2 റക്അത്ത് നിസ്കരിക്കണം എന്നുള്ളത് ഒരു ആയത്ത് തെളിയിച്ചോ. ഞങ്ങൾ പറയണ സമ്മാനം തരാം. കോടി നമ്പർ നിങ്ങൾ എന്താ പറഞ്ഞാൽ വെള്ളിയാഴ്ച ഉച്ചക്ക് 2 റക്അത്ത് ജുമുഅ നിസ്കരിക്കണം എന്ന് ഖുർആനിൽ ഒരു ആയത്തുകൊണ്ട് തെളിയിച്ചാൽ ഇന്ന് മുതൽ ഞാൻ എന്റെ പ്രസംഗം നിർത്തും. അക്കീ ഞങ്ങൾ ഇപ്പുറത്തുണ്ട്. നാളെ തെളിയിച്ചിട്ട് നിർത്തിയിട്ടില്ലെങ്കിൽ ചെവി പിടിച്ചിട്ട് പറമ്പ് വലിച്ചെറിഞ്ഞു.
ഇന്ന് മുതൽ ഞാൻ കേരളത്തിനോട് പറയും, ഇനി ഞാൻ പ്രസംഗിക്കൂല. കാരണം എന്റെ വെല്ലുവിളിയിൽ കേരളം ഏറ്റെടുത്തിട്ടുണ്ട്, ഒരാൾ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉച്ച സമയത്ത് 2 റക്അത്ത് ജുമാ നിസ്കരിക്കണമെന്ന് ഖുർആനിൽ ഒരായത്തോണ്ട് തെളിയിക്കും. ഹായ് ശരി, കുറെ ചോദ്യമായിട്ട് വന്നത് കുറച്ച് എവിടെയാ ഉള്ളത്? ദീനൊന്ന് പഠിക്കണ്ടേ? ഏതെങ്കിലും ആയത്തിലുണ്ടോ? അണ്ട് ഇദാനൂദിയൽ ഇസ്ലാത്തു മിൻ യൗമിൽ ജുമുഅ. അതിലെവിടെ ഉച്ചാന്ന് സവാലുന്നുണ്ടോ? 2 റക്അത്തുന്നുണ്ടോ? വെള്ളിയാഴ്ച വാങ്ങുകൊടുത്താൽ പെട്ടെന്ന് പോയിക്കൊള്ളുന്നുണ്ട്. അത്രല്ലേ ഉള്ളൂ. ഇദാനൂദിയൽ ഇസ്ലാത്തു മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ചയിൽ വാങ്ങുകൊടുക്കപ്പെട്ടാൽ അള്ളാന്റെ ദിക്ർക്ക് ഉളരി പോയിക്കൊള്ളുന്നുണ്ട്. ഉച്ചക്ക് പോയിക്കൊള്ളുന്നുണ്ടോ? എന്താ അസ്ർക്കാക്കിയാൽ നീ പോയിട്ട് 2 റക്അത്ത് നിസ്കരിക്കണമെന്നുണ്ടല്ലോ, ദിക്ർ കേൾക്കണമെന്നുള്ളത്. ഞാൻ വേറെ ആയിട്ടുണ്ട്. ഞാൻ പറയില്ല, എന്റെ പ്രസംഗം നിർത്തുന്നു. അപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് സമൂഹത്തെ കൺഫ്യൂഷൻ ആക്കരുത്. അപ്പൊ ഞാൻ ഹദീസ് കൊണ്ട് അമൽ ചെയ്യേ. ഞാനൊരു മസല ഇതേതാ മാസം? ഏതാ മാസം? ഷാബാൻ മാസത്തില് വെട്ടിച്ചറ ഒരു പെണ്ണ് പ്രസവിച്ചു എന്ന് കൂട്ടാം. ഒരുപാട് പ്രസവിച്ചിട്ടുണ്ടോ? ഒന്നൊന്നല്ല, ഉദാഹരണം പറയണം. പ്രസവിച്ചു. അങ്ങനെ അവര് പ്രസവിച്ചു. റമളാൻ, ശവ്വാൽ മാസത്തിൽ പിന്നെ ഒരു കുട്ടിനെ കൂടി പ്രസവിച്ചു. സുബ്ഹാനല്ലാഹ്. ആ സഹോദരി ഗർഭിണിയാണ് സമയത്ത് ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഗർഭിണിയുടെ ഭർത്താവ് മരിച്ചാൽ ഇദ്ദ പ്രസവം വരെയാണ്. ഒരു ഗർഭിണി 9 മാസം കഴിഞ്ഞപ്പോ ഭർത്താവ് മരിച്ചത്. ഭർത്താവ് മരിച്ചതിന് പിറ്റേന്ന് പ്രസവിച്ചാൽ ഇദ്ദ കഴിഞ്ഞു. ഇനി വേറെ ആൾക്ക് കെട്ടിക്കൊണ്ടോ? അങ്ങനെ മസല. അപ്പൊ ഇവിടെ ശഅബാൻ മാസത്തിൽ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ പ്രസവിച്ചു. അപ്പൊ ഇദ്ദ കഴിഞ്ഞല്ലോ. പക്ഷെ പിടുത്തം വിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും പ്രസവിച്ചു. ഇവിടെ ഈ സഹോദരിയുടെ ഇദ്ദ എവിടെ മുതലാണ് കഴിയുക എന്നതിന് ഒരു ഹദീസ് കൊണ്ട് നിങ്ങൾ തെളിയിച്ചാൽ രണ്ടാമതെന്റെ സമ്മാനം പിടിച്ചോ, ഭരണ സമ്മാനം. ഇവിടെയാണ് ആലിമീങ്ങളെ പിടിക്കുന്നത്. സയാമ സുരക്ഷയിൽ 2 ആളുണ്ട്. അതിൽ ഒന്ന് മരിച്ചു, മറ്റേത് മരിച്ചില്ല. ഒരു ഹദീസ് കൊണ്ട് നിയമം പറയും, ഒരായത്തുകൊണ്ട് നിയമം പറയും. അങ്ങനൊന്നും സംഭവിക്കലാണോ? പത്രക്കട്ടിക്ക് നാളെ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് അയച്ചുതരാം. സംഭവിച്ചത് എന്റെ കയ്യിൽ കുറെ. സയാമി സുരക്ഷയിൽ ഒന്ന് മരിച്ചു, മറ്റേത് മരിച്ചില്ല. എന്തെയും ഒരു ഹദീസ് പറയും ഹുക്കുമിന്, ഒരു ആയത്ത് പറയും ഹുക്കുമിന്. സമൂഹത്തെ വട്ടം കലക്കണതിന് മുമ്പ് ഫാൻഡോട്ട് എന്നിട്ട് തല പുകഞ്ഞതൊക്കെ ചിന്തിക്കുക, എന്നിട്ട് കുറിപ്പേറ്റ് നടക്കും പ്രസംഗിക്കാൻ. സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ പ്രസംഗിക്കാം. എന്നാൽ ഞങ്ങളോട് വെച്ചോ, ഉസ്താമാരെ വർക്കത്തോടെ ഞങ്ങൾ പറഞ്ഞ നിയമം പറയാം. എവിടുന്ന്? ഹദീസ് എന്നല്ല, മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹദീസുകളൊക്കെ പഠിച്ചത് അവരാണ് ഹദീസ് പരിശോധിക്കേണ്ടത്. നിനക്കും എനിക്ക് ഹദീസ് പരിശോധിക്കാൻ അർഹതയില്ല. കാരണം നിനക്ക് അറിയില്ല. അറിയാത്തവരെ അറിയുന്നവരെ ബാക്കിൽ നടക്കാം. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. നിങ്ങളത് നന്നായിട്ട് മനസ്സിലാക്കണം. ഞാൻ അൽബക്കർ ഒന്ന് ഓതിത്തരാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അലമാ. അങ്ങനെ ഓതാൻ പറ്റുമോ? പറ്റുമോ? താങ്കൾ പറഞ്ഞു പറ്റൂല എന്നുള്ള ശരി. പക്ഷെ എങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ വെല്ലുവിളി. അലമാൻ ഓതാൻ പറ്റൂല എന്നുള്ളതിന് ഒരായത്ത് പറയോ, ഒരു ഹദീസ് പറയോ? ഞാൻ പറയുന്ന അലമാനാണോ ഓതുകയാണ്, അല്ല എന്നുള്ളതിന് ഒരു ഹദീസ് പറയും. ഒരു ഹദീസ് ഇങ്ങോട്ട് പറയും. അവിടെ അലമാണ് ഓതാൻ പറ്റൂല, ഇന്ന ഹദീസാണ് ഇതിന് തെളിവ് ഇങ്ങോട്ട് പറയും. സുബ്ഹാനല്ലാഹ്. ഒരാൾ അങ്ങനെ ഓതിയിട്ട് ഭയങ്കര വെല്ലുവിളി. ഇങ്ങനെ ഓതാൻ പറ്റൂല എന്നുള്ളതിന് ഒരു ഹദീസ് തെളിയിച്ചാൽ 100 കോടി കുടുങ്ങിയില്ല സമൂഹം. അപ്പൊ വേറെ ആളൊന്നാണ്ട് ഓതുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഉലിമാ. അപ്പൊ ഇവര് തമ്മിൽ വാദപ്രകാരം ഇയാൾ അയാളോട് ചെയ്യന്റെ അലമാന്ന് ഓതിയ. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ മാലി മാറൂഫാക്കിയത്. 2 ആളും ഭാഷാ പണ്ഡിതന്മാരാണ്. അപ്പൊ ഇയാൾ ഇങ്ങോട്ട് ചിക്കന്തിനെപ്പോ ഉലിമാക്കിയേ, നിങ്ങൾ മാലി മാറൂഫാക്കിയതല്ലേ, ഞാൻ മാലി മജൂലാക്കിയതാ. ആൾക്കാരൊക്കെ ആകെ. അപ്പൊ വേറെ ആളും പറഞ്ഞു അങ്ങനൊന്നല്ലോ ഓതണ്ട്. നമ്മൾ അനന്തര കൈഫന്റെ അവിടെ ഉള്ള മാതിരി ഓദ്യമാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അലം. ഒക്കെ ഭാഷാ പണ്ഡിതന്മാർ.
കാരണം ഒക്കെ അവിടുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഇറങ്ങിയത് അറബി ഭാഷയിലൊക്കെ പ്രാവീണ്യമുള്ള ആളുകൾ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് കള്ളിത്തനും എടുത്തിട്ട് മുത്തലൊക്കെ എന്നിട്ട് ഇങ്ങനെ മുമ്പിലിരിക്കുന്ന ഒരു കാരണവരുണ്ട്. മൂപ്പർക്ക് ഹദീസായത്തൊന്നും അറിയില്ല. മൂപ്പര് മയക്കം കണ്ട് വാങ്ങിത്തരണം. ഇതൊന്നും ശരിയല്ല. നിങ്ങളൊക്കെ വലിയൊരു പണ്ഡിതന്മാരാണ്, അറബിയിൽ കലക്കി കുടിച്ച ആൾക്കാരാണ്, പക്ഷെ ഓതേണ്ടത് അങ്ങനെയല്ല. അപ്പൊ ഇവര് വെച്ച് പിന്നെ എങ്ങനെ അലിഫ് ലാം മീം ഒരു മൂന്നാളും കൂടി വെച്ച് എന്താ തെളിവ്? ഇന്നലത്തവരങ്ങനെ പഠിപ്പിച്ചത്. എത്ര വൃത്തിയുണ്ട് ഈ ആശയം. ആ മക്ക ഇജാദ് അങ്ങോട്ട് തകർത്തിയില്ല. എത്രയാണ് ദീൻ അതുകൊണ്ടുള്ള ഷർറ്? ദീൻ അതുകൊണ്ടുള്ള ഷർറ് എത്ര? ഹംക്ക് എന്നാണ് അതിന്റെ അർത്ഥം വിഡ്ഡീന്നാണ്, വേറൊന്നുമല്ല. പേടിക്കണ്ട. ഭാഷ അറിയാത്തൊരു ചെറുപ്പക്കാരൻ ഞെട്ടുപോയി. മുമ്പ് ഒരു അറബി മലപ്പുറം ജില്ലയിൽ വന്നപ്പോ ഒന്നും അറിയാത്ത ഒരാളൊപ്പം ഇങ്ങനെ നടക്കണ്ട. അപ്പൊ അയാളിങ്ങനെ അറബിയിൽ പലതും പറയുന്നുണ്ട്, ഇവനൊന്നും തിരിയണില്ല. അവസാനം പെണ്ണുങ്ങൾ എടുത്തെന്ത് പോകാൻ പറഞ്ഞാലോ, ആളെ എന്ത് പറഞ്ഞാലും അറബി, സലാം മാത്രം മലയാളത്തിലേ. സലാം മൂപ്പര് കാര്യണ ഭാഷ, സലാം അങ്ങനെ കേട്ട് വലിയ. എന്നാ ഹംക്ക് തന്നെ ഞെട്ടണ്ട, വിദ്യന അതിന്റെ അർത്ഥം. അതാ ഞാൻ ചോദിച്ചത്, എത്ര ഒരു ഷർറാണ് ദീനിനുണ്ടാക്കിയത്, എന്തൊരു വൃത്തിയും വെടുപ്പുള്ള ഒരു ആശയാണത്. അത് ഇന്നലത്തെ ഞങ്ങൾക്ക് പഠിപ്പിച്ചത് അങ്ങനെയാണ്. അപ്പേ ഓതാൻ ഇന്നലത്തെ ആൾക്കാർ പഠിപ്പിച്ചതാണ് നമ്മൾ സ്വീകരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം അവർ പഠിപ്പിച്ചത് നോക്കിയാൽ പോരെ? അല്ല അല്ല, അതല്ല അതിന്റെ മാന്യത. ഓതാൻ ഇന്നലത്തെ ആൾക്കാർ ഓതിയത് പോലെ നമ്മൾ ഓതുക. അപ്പൊ അതിന് ഇന്നലത്തെ നമ്മൾ അവലംബിക്കാം. എന്നാ അതിന്റെ ഉള്ളിലുള്ള അർത്ഥം ഇന്നലത്തെ വെച്ച പോലെ വെച്ചാൽ പ്രശ്നം തീർന്നേ. അവിടെയാണ് സമസ്തയുടെ പ്രാധാന്യം നിങ്ങൾ ചിന്തിക്കണേ. ഈ ബൈസ് അങ്ങോട്ട് പൊളിയാൻ നോക്കി, ഇതങ്ങ് പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചു 921 ചില ആളുകൾ. അപ്പോഴല്ലേ രംഗത്തിറങ്ങിയത് ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുപ്പാപ്പാ. ആരാണ് വരക്കൽ തങ്ങളെന്നറിയോ? ഞാൻ വരക്കൽ തങ്ങളുടെ ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ ഈയടുത്ത് വായിക്കുകയുണ്ടായി. അവരുടെ പേരക്കുട്ടി പറഞ്ഞു കൊടുത്തൊരു ചരിത്രം ബഹുമാനപ്പെട്ട സമർത്ഥനായ ഒരു ചരിത്രകാരൻ എഴുതിയത് വായിക്കുകയുണ്ടായി. വരക്കൽ തങ്ങളുപ്പാപ്പ ജനിച്ച അന്ന് നട്ടുച്ചക്ക് ആകാശത്ത് നക്ഷത്രമാ. ജനങ്ങൾ അത്ഭുതപ്പെടുകയാ. വരക്കൽ തങ്ങളുപ്പാപ്പ ജനിച്ച അന്ന് പട്ടാപ്പകലിന്റെ നട്ടുച്ചയിൽ ആകാശത്ത് അതാ നക്ഷത്രം തിളങ്ങുകയാ. കണ്ട നാട്ടുകാർ അത്ഭുതപ്പെടുകയാ. പ്രിയപ്പെട്ടവരെ, ആ വരക്കൽ തങ്ങളുപ്പാപ്പയല്ലേ, അതാ തങ്ങന്മാരുടെ പ്രത്യേകത നോക്കിക്കോ. ഞാൻ ഇന്നലെ തങ്ങളുപ്പാപ്പയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വരക്കൽ തങ്ങളും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ വഫാത്തായ മാസമായതുകൊണ്ട് ഒരല്പവും കൂടി ഞാൻ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, കോഴിക്കോട് കടപ്പുറത്ത് അതിശക്തമായ ക്ഷോഭം വരികയാണ്. ഒരുപാട് കുടിലുകൾ നശിക്കുകയാണ്. ഒരുപാട് മരങ്ങൾ മുറിഞ്ഞു വീഴുകയാണ്. മത്സ്യം വേട്ടയാടി മാത്രം ഉപജീവന മാർഗം കൊണ്ടു നടക്കുന്ന, കുട്ടികളെ പോറ്റുന്ന, ജീവിതത്തിന് മാർഗം കാണുന്ന ആളുകൾ വഴിമുട്ടിയിട്ട് പട്ടിണിയിലായപ്പോൾ തങ്ങളുപ്പാപ്പാന്റെ വീടിന്റെ മുമ്പിൽ പട്ടിണി പാവങ്ങളുടെ നിരയാ. വാതിൽ തുറന്നുകൊണ്ട് തങ്ങൾ പുറത്തു വന്നപ്പോ കോഴിക്കോട്ടെ മത്സ്യക്കച്ചവടക്കോ മുക്കുവന്മാർ വലയേന്തി രാവിലെ പോയി സന്ധ്യാസമയത്ത് നിറയെ മീനുമായി വന്ന് പിന്നീട് അത് വെച്ച് ദിവസങ്ങളോളം അതാ ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികൾ ബഹുമാനപ്പെട്ട വരക്കലുപ്പാപ്പാന്റെ വീടിന്റെ നാനാഭാഗങ്ങളിലും തമ്പടിച്ചിരിക്കുകയാണ്. തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി നാട്ടുകാരെ? ബഹുമാനപ്പെട്ട തങ്ങളോട് കോഴിക്കോട്ടെ കടപ്പുറത്തുകാർ പറഞ്ഞു, തങ്ങളെ മീനില്ല, കടൽ അതിശക്തമായ ക്ഷോഭത്തിലാണ്, തോണി ഇറക്കാൻ കഴിയുന്നില്ല. വീട്ടിന്റെ ഉള്ളിൽ പോയൊരു പേപ്പർ എടുത്തുകൊണ്ട് എന്തോ എന്ന് എഴുതിയിട്ട് പറയുന്നു, അതിശക്തമായി തിരയടിച്ചുകൊണ്ട് ക്ഷോഭം സൃഷ്ടിക്കുന്ന കടൽ പ്രദേശത്ത് കടലിലേക്ക് ഇതൊന്നങ്ങോട്ട് എറിഞ്ഞോ, എന്നിട്ട് തോണിയുമായി ഇറങ്ങിക്കോ. സമസ്തയുടെ സ്ഥാപകൻ വീട്ടിന്റെ അകത്ത് കയറിയിട്ടൊരു പേപ്പറിൽ എന്തോന്ന് എഴുതിയിട്ടൊരു കടലിലേക്ക് എറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ധൈര്യത്തോടെ കടപ്പുറത്തുകാരുടെ കയ്യിലെന്ന് കൊടുത്തപ്പോ തങ്ങള് പാപ്പാന്റെ കുറുപ്പ് കെട്ടി കടലിലേക്കുള്ള കത്താ
ബഹുമാനപ്പെട്ട തങ്ങൾ കൊടുത്ത പേപ്പർ കോഴിക്കോട്ടെ കടപ്പുറത്തുകാർ അതിശക്തമായ തിരമാല ബിൽഡിങ്ങിന് പോലെ നാക്കെടുത്തുകൊണ്ട് പുറത്തേക്ക് ഗർജിച്ചുകൊണ്ട് തലതല്ലി തകർക്കുന്ന കടപ്പുറത്ത് പോയിട്ട് ഈ പേപ്പറങ്ങ് കടലിലേക്ക് എറിഞ്ഞപ്പോ കടലങ്ങ് ശാന്തമാവുകയാ. കോഴിക്കോട്ടുകാർ തോണികൾ ഇറക്കിയിട്ട് മത്സ്യവേട്ട നടത്തുകയാ. ഈ തങ്ങളാണ് സമസ്തയെ സ്ഥാപിച്ചത്. അതുകൊണ്ട് അന്നത്തെ ആലിമീങ്ങൾക്ക് തങ്ങളോടുള്ള ബഹുമാനം കണ്ടോ? ബഹുമാനപ്പെട്ട പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ വലിയ മഹാനാണ്, വലിയ മഹാനാണ് പുതിയാപ്പള. ബഹുമാനപ്പെട്ട അല്ലാഹുവേ, തങ്ങൾക്ക് ചില ഫാത്തിഹന്റെ ഇജാസത്തൊക്കെ കൊടുത്ത ആളാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് തങ്ങളെ ഇരുത്തത്തിനൊക്കെ ഒരു അഡ്രസ് ഉണ്ടാവും. അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. പുതിയാപ്പള അബ്ദുറഹ്മാൻ മൗലവി ഒരു വരക്കൽ തങ്ങൾ പാപ്പനെ കാണാൻ വേണ്ടി പോകും. ശ്രദ്ധിക്കണേ, വരക്കൽ തങ്ങൾ. അപ്പൊ അവരാ ഇസ്ലാമിന്റെ ബേസ് അദബാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അദബില്ലാത്ത കാട്ടിക്കൂട്ടലൊക്കെ ആഭാസമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട പുതിയാപ്പള അബ്ദുറഹ്മാൻ മൗലവി ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ പാപ്പാന്റെ അടുത്ത് പോയി. വരക്കൽ തങ്ങള് പുതിയാപ്പള അബ്ദുറഹ്മാൻ മൗലവി എന്നെ പിന്നെ ഞാൻ പോട്ടെ വെച്ചു. വരക്കൽ തങ്ങൾ അറിഞ്ഞ് മൂച്ചുമൊക്കെ മാങ്ങണ്ടായിട്ട് ആക്കാന്ന് പൊഴുത്ത് തിന്നിട്ട് പോയാൽ പോരെ വെച്ച്. ഇവിടെ 2 മാങ്ങണ്ട്, അത് ചെത്തി തരാന്നല്ല പറഞ്ഞേ. എന്നാൽ തന്നെ നമുക്ക് സമയം ഉണ്ടാവുക, കാരണം നമ്മക്ക് ഓടണ്ടേ. പിന്നെ തിന്നാനാണെങ്കിൽ ചിലപ്പോ 200 ഇല്ല കേട്ടോ, പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ. പുതിയാപ്പിള അബ്ദുറഹ്മാൻ മൗലവിയോട് പറഞ്ഞു, നമ്മളെ പുരയില് മാങ്ങണ്ട്, അതൊന്ന് തിന്നിട്ട് പോയാൽ പോരാന്ന് വെച്ചു. ഒന്നും മിണ്ടില്ല, ആയിക്കോട്ടെ ഇറങ്ങി. അത് തിന്ന് പോവാൻ പുതിയാപ്പിള അബ്ദുറഹ്മാൻ മൗലവി വരക്കൽ തങ്ങൾ പാപ്പന്റെ വരയിൽ 3 മാസം നിന്നു. അങ്ങനെ ആ മാങ്ങ പഴുക്കാൻ 3 മാസം ഉണ്ട്. എന്റെ അടുത്ത് ഒന്നും ചോദിച്ചു. ഇതാണ് അതബ്, അതാണത്, അതാണ് അതബ്. സുബ്ഹാനല്ലാഹ് യാ റബ്ബ്. ഞാൻ കേട്ടിട്ടുണ്ട് കൈപ്പറ്റ വീരാങ്കുട്ടിയിലെ അവരൊരു സ്ഥലത്ത് ദർശനം എടുത്തുന്ന സമയത്ത്, ഇത് ആരായിരുന്നു കേട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഒരാളിരുന്ന് കേട്ടതാ. എന്റെ സ്ഥാനാണോ സംശയം. കൈപ്പറ്റ വീരാങ്കുട്ടിയിലെ ഒരു സ്ഥലത്ത് ദർശനം എടുത്ത, അന്ന് ബസ്സൊന്നുള്ള കാലല്ല. ഇപ്പൊ ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആരോ വന്ന് പറഞ്ഞു, നിങ്ങൾ ഉസ്താദ് ബസ് ഇറങ്ങിയിട്ടുണ്ട്. അവരെ ഉസ്താദ് ബസ് ഇറങ്ങിയിട്ടുണ്ട്. ബസ് ഇറങ്ങിയത് 5 കിലോമീറ്റർ അപ്പുറമാണ്. അവിടെ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടക്കണം. അപ്പൊ അവിടെ ബസ് ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ കണ്ടു എന്നാരോ പറഞ്ഞു. കൈപ്പറ്റ വീരാങ്കുട്ടിയിലെ ഇത് കേട്ട സമയത്ത് ഒരൊറ്റ നിൽക്കല, നീച്ചങ്ങോട്ട് നീച്ച. എന്തിനാ നീച്ചെന്ന് ഉസ്താദ് എത്തിക്കുന്നില്ല. ഉസ്താദ് ബസ് ഇറങ്ങി അവിടുന്ന് നീച്ച് കേട്ടപ്പോ നീച്ചെന്നു. ഉസ്താദ് പള്ളിയിലെത്തിയിട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ്. ഉസ്താദ് പള്ളിയിലെത്തിയിട്ട് ഇവിടെ ഇരുന്നോളി തന്നെ. അപ്പോഴായിരുന്നു ദീനിനൊരു ബേസ് എന്തായി നമ്മൾ പൊളിക്കരുത്. അത് പൊളിച്ചാ പിന്നുള്ളതൊക്കെ കാട്ടിക്കൂട്ടലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് ആദ്യമായി പൊളിച്ചത് സാക്ഷാൽ ഇബ്ലീസാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇബ്ലീസ് പറഞ്ഞു, ഞാൻ ഡയറക്റ്റ് സുജൂദിന്റെ ആളാ, ഇൻഡയറക്റ്റ് നമ്മളിരുന്ന് കിട്ടൂല. ഇതിപ്പോ അതിനേക്കാളും വലുതല്ല ഞാനേന്ന് വെച്ച്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇബ്ലീസിന് അമലിന് ഒരു കുറവില്ല, ഇൽമിന് യാതൊരു കുറവില്ല. കാരണം ഈ കൊല്ലങ്ങളോളം മലക്കൾക്ക് ദർശിച്ച ആളാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമീൻ പറഞ്ഞോളി, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുതഅല്ലിമീങ്ങളെ ശ്രദ്ധിക്കണേ. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തിദ് കണ്ണിയത്തോൽ കോഴിക്കോട് ഒരു മഹാസമ്മേളനം, ശംസുൽ ഉലമയും CH ഉസ്താദും മറ്റുള്ള മഹാന്മാരൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് വരുന്നത്. കണ്ണിയത്ത് ഉസ്താദ് സ്റ്റേജിൽ കയറിയപ്പോ എല്ലാ ആലിമീങ്ങളെയും വിളിച്ചെന്നു. കൂട്ടത്തിൽ ശംസുൽ ഉലമ വിളിച്ചു. കണ്ണിയത്ത് ഉസ്താദ് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും ഇരുന്നു. പക്ഷെ ശംസുൽ ഉലമന്റെ ഭാഗത്ത് നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചില്ല, കാരണം എല്ലായിടത്തും കയ്യെത്തൂലല്ലോ. അതുകൊണ്ട് കണ്ണിയത്ത് ഉസ്താദ് വന്നിരുന്നപ്പോഴും ശംസുൽ ഉലമ അങ്ങനെ നിൽക്കുകയാണ്, ഇരിക്കണില്ല. ആരൊക്കെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു, ശംസുൽ ഉലമ ഇരിക്കുന്നില്ല. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ നോക്കുമ്പോ ഒരു വെള്ള രൂപം അങ്ങനെ കാണുന്നുണ്ട്. അതാരാ? ഞാൻ അബൂബക്കറാ. എന്തേ? ഞാൻ ഇവിടെ ഒന്ന് ഇരിക്കട്ടെ, ഞാൻ ഇവിടെ ഇരിക്കട്ടെ. അവിടെ ഇരുന്നോ? അപ്പഴായിരുന്നു. ഇത് ദീനിന്റെ അസ്ല, ഇത് ദീനിന്റെ അഥവ. ഇതില്ല, ഈ അടിത്തറല്ലെങ്കിൽ ദീനോണ്ട് കാര്യമില്ല. ഇതങ്ങോട്ട് കേടുവരുത്തിയ ചില ആൾക്കാർ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമേ വരെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അറിയില്ലോ ചെറുപ്പക്കാരാ, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടില് ചെറിയ കുട്ടിയാ, ചെറിയ മോനാ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാനെ ഇങ്ങനെ നിൽക്കുമ്പോ ഇബ്നു അബ്ബാസിനെ നേരെ നിർത്തും. നേരെ നേരെ ഇങ്ങനെ നിർത്തും. അല്ലാഹുവേ, ഹബീബാ നബിയാണ്ട് കയ്യറ്റേ കുട്ടി ബാക്ക് കിട്ടും. റസൂൽ സലാം കിട്ടിയിട്ട് പിന്നെ കെട്ട് നിർത്തും. പിന്നെ റസൂലുള്ള കയ്യറ്റേ ഈ കുട്ടി ബാക്ക്. അപ്പൊ റസൂൽ വെച്ച്, മോനെ ഞാൻ നേരല്ലേ നിർത്തിയത്, നബിയെ നേരെ തന്നെയാണ് നിങ്ങൾ നിർത്തിയത്, പക്ഷെ നിങ്ങളെ നേരെ നിൽക്കാൻ ഞാൻ ആരാ നബിയെ? എനിക്കങ്ങനെ നിൽക്കുമ്പോ എന്റെ കാല് വർക്ക്, നിങ്ങളാരാ ഞാനാരാ? അതുകൊണ്ട് ഞാൻ അറിയാതെ ബാക്കിക്കായതാണ്. അല്ലാഹു റസൂൽ തൽമ കൈയിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ. ആ മഹാനാണ് ഖുർആൻ മുഫസ്സിരീങ്ങളുടെ നേതാവ്. വെറും സർട്ടിഫിക്കറ്റ് മാത്രം കയ്യിൽ വെക്കല്ലേ. ദീനിന്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അതാണ്. ഇവിടെ രക്ഷപ്പെട്ടവർ മുഴുവൻ രക്ഷപ്പെട്ടത് ഉസ്താദുമാരും മാതാപിതാക്കളും ഗുരുത്തം കൊണ്ടാണ്. ഗുരുച്ചക്കെട് തട്ടിയാൽ അത് ഇവിടെയും കാണും അവിടെയും കാണും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഇത് ഞാൻ എല്ലാവരോടും പ്രത്യേകിച്ച് എന്നോടും പറയുകയാണ്. റബ്ബ് തആല കാത്തു രക്ഷിക്കട്ടെ. ഗുരുത്തക്കേട് ചിലപ്പം പെട്ടെന്ന് തട്ടൂല്ല. സുബ്ഹാനല്ലാഹ്, അറിയില്ല. ബഹുമാനപ്പെട്ട ബാഫത്തെ തങ്ങൾ പൊന്നാനി കടപ്പുറത്തേക്ക് അതാ പൊന്നാനിക്കാരെ സന്ദർശിക്കാൻ വേണ്ടി വരുമ്പോ പൊന്നാനിയിലുള്ള മുഴുവൻ ആളുകളും തോരണം തൂക്കിയിട്ട് സയ്യിദ് ബാഫത്തെ തങ്ങളെ സ്വീകരിക്കുകയാണ്. പക്ഷേ ബാഫത്തെ തങ്ങളോട് വിരോധമുള്ള ഒരു മനുഷ്യൻ റൗഡിയാണ്. അവൻ ബാഫത്തെ തങ്ങൾ പോകുന്ന സ്ഥലത്ത് അവന്റെ ചെരുപ്പഴിച്ച് തൂക്കുകയാ. ശരിക്കണേ, ബാഫയ്ക്ക് തങ്ങൾ പോണോടത്തൊക്കെ പൊന്നാനിക്കാര് തോരണങ്ങൾ തൂക്കി തങ്ങളുള്ള ബഹുമാനം. ഒരാളെന്ത് ചെയ്ത് അങ്ങനെ ഉണ്ടാവില്ല. ചില ദേശം അവന്റെ ദേശം നിർത്താൻ വേണ്ടിയിട്ട് ചെരുപ്പ് വെച്ചിട്ട് തൂക്കി. തങ്ങളോട് വല്ലാതെ സ്നേഹമുള്ള മനുഷ്യൻ ചെരുപ്പ് നോക്കിയിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി. പക്ഷെ ആളെ നേരിടാൻ അവന് പറ്റൂല. കാരണം ആള് റൗഡിയാണ്. അങ്ങനെ ഉണ്ടാവില്ല ചില ആൾക്കാർ. അങ്ങനെ ഉണ്ടാവും. ആള് ശരിയല്ലെങ്കിലും അവന്റെ പോക്കിരിത്തരം കൊണ്ട് അവനെ ബഹുമാനിക്കുന്ന ഒരു കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. എനിക്കൊക്കെ ഒരുപാട് അനുഭവം ഉണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് ഒരു ദിവസം പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ ചരിത്രമൊക്കെ പറയുമ്പോൾ കണ്ണടച്ചിട്ടാ പറയാം. ആ സമയത്ത് ഞാൻ അങ്ങനെ കണ്ണടച്ച് പറയുമ്പോണ്ട് എല്ലാവരും കൂടി അങ്ങനെ നീച്ചിക്കണം. സ്ഥലം ഞാൻ പറയില്ല, അങ്ങനെ എല്ലാവരും കേൾക്കണമുണ്ട്. എല്ലാവരും കൂടി നീച്ചിക്കണം. അത് ഞാൻ കരുതി പഠിച്ചവനെ പാണക്കാട് തങ്ങന്മാരാരെയും വരുന്നുണ്ടാവും. തങ്ങന്മാർക്ക് ഇടയിലൊരു വരവുണ്ടല്ലോ. അപ്പൊ ഞാൻ തെക്കുബീരല്ലാതെ പുറപ്പാടിലാണ്. ഞാൻ അടുത്തുള്ള ആളോട് വെച്ച്, തെക്കുബീരല്ലാത്ത മഹാഭാഗ്യം, അടുത്തുള്ള ഒരാളോട് വെച്ച് എന്താ ഇപ്പൊ സംഗതി എന്ന് വെച്ചാൽ, അപ്പോ തൊട്ടടുത്തുള്ള ആളിനോട് പറഞ്ഞു, അത് ഈ നാട്ടിലെ ദജ്ജാലദ്രാമാൻ വരികയാണ് ഞാൻ അറിഞ്ഞു. ഞാൻ നോക്കുമ്പോ ഒരു പഴയന് വലിയ കൊമ്പമീശൊക്കെ വെച്ചിട്ട് വീരപ്പൻ അന്ന് ഉണ്ടെങ്കിൽ ഓനാന്ന് കരുതുക. അയ്യാതൊരു സാധനം ഇങ്ങനെ തിരിച്ച മീശ, ഭയങ്കര ഒരു കുള്ളൻ. അവന്റെ വയറുമൊക്കെ അങ്ങനെ നോക്കിയപ്പോ പഴയ പള്ളിന്റെ മെഹ്റാബുമൊക്കെ നോക്കി. ഇവൻ നിസ്കരിക്കൂല, ഇവന് പള്ളി കയറൂല, പക്ഷെ ഇവന് ഭയങ്കര പോക്കിയ. അതുകൊണ്ട് എല്ലാവർക്കും അവനെ പോയി. അങ്ങനെ ഉണ്ടാവും. ബാഫയ്ക്ക് തങ്ങൾ പോണോട്ട് ചെരുപ്പ് നോക്കി, പക്ഷെ നേരിടാൻ ആർക്കും പറ്റണില്ല. ഞാൻ ആള് മഹാപോക്കി. പക്ഷേ ബാഫയ്ക്ക് തങ്ങളെ വല്ലാതെ സ്നേഹിക്കണ കടപ്പുറത്തൊരു പാവം മനുഷ്യന്. കടപ്പുറത്തൊരു അങ്ങനെയല്ലോ, സ്നേഹിച്ചാങ്ങട്ട് കൽബും കണ്ട് കുറച്ചൊരു ദേഷ്യം പിടിച്ച മനുഷ്യന് ലിവറാക്കി തീരും. കണ്ടു വല്ലാതെ സ്നേഹിക്കണ ഒരാള്. സുബ്ഹാനല്ലാഹ്, തങ്ങൾ കൊണ്ട് വന്നപ്പോ പൊട്ടിപ്പൊട്ടിയാണ്ട് കാര്യം. അപ്പൊ ചോദിച്ചു, പൊന്നുമനെ എന്തേന്ന് ചോദിച്ചു. തങ്ങളെ നമ്മള് പോണോടത്ത് ഞാനടക്കം എല്ലാരും ലൈറ്റൊക്കെ തൂക്കിയിട്ടുണ്ട്, മാല ഒട്ടിച്ചിട്ടുണ്ട് തങ്ങളെ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് തങ്ങളിങ്ങനെ അവന്റെ പുറവിഞ്ഞു പറഞ്ഞു. ഞങ്ങൾ അതല്ല, അവന് കണ്ടില്ല ചെരുപ്പ് ആയിക്കോട്ടെ പോട്ടെ തങ്ങളെ, അത് നിങ്ങളോട് ദേഷ്യമുള്ള ഒരാള് നിങ്ങളെ തലന്റെ മുകളിൽ അവന്റെ ചെരുപ്പ് വരാൻ വേണ്ടി കാട്ടിക്കൂട്ടിയതാണ്. പക്ഷെ എനിക്ക് എടുത്തു ഒഴിവാക്കാൻ വയ്യ, ഞാൻ എടുത്തു ഒഴിവാക്കിയ ഓ എന്നെ കൊല്ലും തങ്ങളെ, ഓ എന്നെ അടിക്കും തങ്ങളെ. പക്ഷെ ആ ചെരുപ്പ് കണ്ടിട്ട് എനിക്ക് മനം പൊട്ടാണ് തങ്ങളെ എന്നിട്ട് പൊട്ടിപ്പൊട്ടി. അപ്പൊ തങ്ങളെറിഞ്ഞു, പന്നര മോനെ അവൻ ചെരുപ്പ് നോക്കിയാൽ ഇജി എന്തിനാടാ കരയണത്? ഓൻ ചെരുപ്പ് നോക്കിയാൽ ഇജി എന്തിനാ കരയണത്? അല്ല നിങ്ങളെ ദേശം കൊണ്ടല്ല ആ ചെരുപ്പ് തൂക്കിയത്, നിങ്ങളൊക്കെ പോണ വഴിയിൽ ചെരുപ്പ് തൂക്കിയാ തങ്ങളൊപ്പം സഹിക്കാൻ കഴിയോന്ന് വെച്ചു. അപ്പൊ ഞങ്ങൾ രണ്ടാമത് ഇങ്ങനെ പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, ഓന്റെ കാൽമത്തെ ചെരുപ്പ് അഴിച്ചിട്ട് ഓൻ തൂക്കിയ ഓന് ചെരുപ്പിന്റെ ആവശ്യം ഉണ്ടാവില്ല മോനെ, ഇജി എന്തിനാ കരയണത്? കഴിഞ്ഞു, ഓന്റെ കഴിഞ്ഞു. എന്താ പറഞ്ഞേ? ഓന് കാൽമത്തെ ചെരുപ്പ് അഴിച്ചിട്ടല്ലേ തൂക്കിയത്. അപ്പൊ കാൽമള്ള ചെരുപ്പ് അഴിച്ച അതിന്റെ അർത്ഥം ഈ ചെരുപ്പിന്റെ ആവശ്യമില്ലാന്നല്ലേ. ഈ മനുഷ്യന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആ ഊരിയ ചെരുപ്പിന്റെ കാൽമല്ലൊരു പുണ്ണ് വരികയാണ്. ഡോക്ടറെ എടുത്തപ്പോ ഡോക്ടർ പറഞ്ഞു, കാല് മുറിക്കണം. അവന്റെ കാലിന്റെ ഞെരിയാണി വരെ മുറിച്ചു. ഞെരിയാണിന്റെ അവിടെ നിന്ന് കയറി മുറി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ചേർത്തന്റെ അവിടെ അങ്ങോട്ട് പറിച്ചെടുക്കണം. ഒരു കാല് മുട്ടുവരെ മുറിച്ചെടുത്തപ്പോ ഇത് നേരെ രണ്ടാമത്തെ കാൽ മുട്ടണം. കാരണം കുരിച്ചക്കെട്ട് നീങ്ങിപ്പോവില്ല.
കുരിച്ചക്കട് നീങ്ങിപ്പോല, അതെപ്പോഴും തലന്റെ മേലുണ്ടാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നിന്റെ മാറിപ്പോ രണ്ടാമത്തെ കിട്ടും, രണ്ടാമത്തെ മുറിച്ച് അത് മുട്ടുവരെ. ഈ മനുഷ്യനെ പിന്നെ അണ്ണാച്ചികൾ കല്ലുവരിൽ ഉന്തി കൊണ്ടുപോകണവര് പൊന്നാനി കൂടി ഉന്തി കൊണ്ടുപോകണ കണ്ടൊരു മനുഷ്യന്റെ മേലിരുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർക്ക് പറഞ്ഞുതരാം. ഇതൊക്കെ പറയാൻ ആളില്ലാത്ത കാലം ഇൻഷാ അല്ലാഹ് കുറച്ചു കഴിഞ്ഞാൽ വരും. അതുകൊണ്ടാണ് ഈ ബേസ് തകർക്കരുത് എന്ന് ഞാൻ പറയുന്നത്. ചിന്തിക്കണേ, ദീനിന്റെ ബേസ് ചിന്തിക്കണേ. അതുകൊണ്ടാണല്ലോ നിങ്ങളറിയില്ലേ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണോ. നമുക്ക് അള്ളാഹു എന്തെങ്കിലും ഒരു നിഅമത്ത് തരുന്നത് മഹാന്മാരിലൂടെയാണ്. ലോകത്തിന് അള്ളാഹു നൽകിയ സകല നിഅമത്തും റഹ്മത്തും നൽകിയത് മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിനാകമാനം കാരുണ്യമായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല. ഈ റഹ്മത്തുല്ലിൽ റഹ്മത്തല്ലിൽ ആലമീൻ, ഈ ആലമീൻ എന്നതിൽ സാക്ഷാൽ ജിബ്രീൽ പെടുകയാണ്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഒരിക്കൽ മുസ്തഫ നബി ചോദിച്ചില്ല, ജിബ്രീലേ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തല്ലിൽ ആലമീൻ. ഇന്ന് ഖുർആനിലുണ്ടല്ലോ ആലമീൻ എന്നതിൽ അല്ലാഹ് അല്ലാത്തതൊക്കെ പെടുമല്ലോ, അതിൽ നിങ്ങളും പെട്ടിട്ടുണ്ടോ? എന്റെ റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ജിബ്രീൽ പറഞ്ഞു, നബിയേ നിങ്ങൾ വന്നതിന് ശേഷമാണ് എനിക്കും ആശ്വാസമായത്, അല്ലെങ്കിൽ ഞാൻ ബേജാറിലാണ്. റഹ്മത്തുൽ ആലമീൻ റഹ്മത്തുൽ ലിൽ ആശിഖീന ഖദ് ബകൈനാ ബിൽ ഫിറാഖി യാ റസൂലല്ലാഹ് الرسول ياسين يا حبيب الله الرسول ياسين يا حبيب الله. ഹൃദയത്തിന്റെ ചൈതന്യമേ, ആത്മാവിന്റെ പുളകമേ, ആരോഗ്യത്തിന്റെ രഹസ്യമേ, പൗർണമിയേ, ചന്ദ്രന്, അമ്പളിയേ, മഴയില്ലേ, കാരുണ്യത്തിന്റെ സാഗരമേ, ചരിത്രത്തിന്റെ നിലക്കാത്ത പടപ്പാട്ട് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ലോകത്തുള്ള ഏത് മനുഷ്യനെ, ഏത് സൃഷ്ടിക്ക് എന്ത് കാരുണ്യം കിട്ടിയിട്ടുണ്ടോ അതൊക്കെ കിട്ടിയത് മുഹമ്മദ് നബി മുഖേനയാ. ആദം നബിക്ക് കിട്ടിയത് അങ്ങനെയാ, നൂഹ് നബിക്ക് കിട്ടിയത് അങ്ങനെയാ, ഖലീലുള്ളാഹി ഇബ്രാഹിം നബിക്ക് കിട്ടിയത് അങ്ങനെയാണ്, ഇസ്മായിൽ നബിക്കും ഈസാ നബിക്കും മൂസാ നബിക്കും കിട്ടിയത് മുഹമ്മദ് നബിയിലൂടെയാ. അപ്പോൾ ചോദിക്കും, മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനല്ലേ? അത് റസൂലുള്ളാഹിന്റെ ബോഡി ലോകത്താണ്. ആത്മീയ ലോകത്ത് ഒന്നാമത്തെ സൃഷ്ടി നബിയുനാ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. തിരുധരണി മക്കമിറേ തിരുതരുളർ ഹഖ് നബി തിരുമതരോഗത്തിൽ വെളിവായി ശിരവേഖാപ്രകളെ ബശിത്തിനിരെ ബാത്തിലുടെ ശശിനൽ ഫുർഖാനും പുലർവായി ശശിനൽ ഫുർഖാനും പുലർവായി മുഅ്ജിസാതനിലം തനതിയുടെ വീശി ചിലർ കമലമുഖേക്ക് തെളിവായി കടുവർ സഹേബന്തൊടുകൾ വടിവതിലേക്ക് മതി ഇടമിൽച്ചു സന്ധി പൊലിവായി ഇടമിൽച്ചു സന്ധി പൊലിവായി. ഈ പവിത്രമായ ശഅബാനിന്റെ രാത്രിയിൽ പരിശുദ്ധമായ മദീനയുടെ സ്വർഗീയ ആരാമത്തിൽ ബാലോകരുടെ ചലനങ്ങൾ വീക്ഷിച്ചുകൊണ്ട് പരിഹാരത്തിന്റെ പരവതാനിയിൽ കിടന്നിറങ്ങുന്ന നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ അസ്തിത്വമാണ്. ആ റസൂലുള്ളാഹിന്റെ പ്രകാശത്തിൽ നിന്നാണ് സകല പ്രകാശങ്ങളും ഉടലെടുത്തത്. അതുകൊണ്ട് ലോകത്ത് എല്ലാ നിയമത്തുകളുടെയും കാരണം നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ.
ആ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിന്റെ അനന്തരക്കാരാണ് കറാമത്തിന്റെ മഹാന്മാർ. ചിന്തിക്കണേ. അവര് കറാമത്തിന്റെ മഹാന്മാർ. അവർക്ക് മരണമില്ല. കാരണം ഔലിയാക്കളുടെ പവർ ആത്മാവിന്റെ പവറാണ്. ഇവിടെ ഞാൻ കയറി വരുമ്പോൾ ബഹുമാനപ്പെട്ട ലത്തീഫ് പ്രസംഗിച്ചത് ആത്മാവിനെ കുറിച്ചാണ്. മനുഷ്യനെന്ന് പറയുന്നത് ഈ ബോഡിക്കല്ല, മനുഷ്യനെന്ന് പറയുന്നത് ആത്മാവിനാണ്. അതുകൊണ്ട് ശരീരത്തിന്റെ അകത്ത് നിന്ന് ആത്മാവങ്ങ് തെറിച്ചുപോയാ പിന്നീട് ആ ജഡത്തെ ഒരാള് മനുഷ്യൻ എന്ന് പോലും വിളിക്കില്ല. മയ്യിത്താണ്. റബ്ബേ, ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു പോക്കുണ്ട്. ആ പോക്കിനെ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഇന്നലെ വാത് കേട്ടൊരു ചെറുപ്പക്കാരൻ ഇന്ന് മരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയിൽ വാത് പറഞ്ഞൊരു പ്രഭാഷകൻ നിന്ന് കബറിന്റെ അടിയിലാണ്. ഇന്നലെ കല്യാണത്തിന് പങ്കെടുത്ത് ഭക്ഷണം തട്ടിയവൻ ഇന്ന് രാത്രി കബറിന്റെ അടിയിലാണ്. ഇനി ഞാൻ ഒരു മസ്ലഹത്ത് യോഗത്തിൽ അധ്യക്ഷനായവൻ ഇന്ന് കബറിന്റെ അടിയിലാണ്. റബ്ബേ, ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് നീ കണക്കാക്കിയ സ്റ്റേജുകളിലൂടെ ഞങ്ങളും കടന്നുപോകുന്ന മുസാഫിരീങ്ങളാ. എപ്പോഴാണ് യാത്ര അവസാനിക്കുന്നതെങ്കിൽ അതിന്റെ പൊരുത്തത്തിലായി സന്തോഷത്തോടെ ഭംഗിയാക്കി തരണേ റബ്ബേ. ആ സമയത്ത് ആത്തിബത്ത് നഷ്ടപ്പെടുത്തല്ല അല്ലാഹ്. കണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് ശാലിയത്ത് വെച്ചുകൊണ്ട് തന്റെ പ്രവർത്തകന്മാരോടെല്ലാം വണ്ടിയിൽ കയറുന്ന സമയത്ത് മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പറയുന്നു, എന്നാ ഞാൻ പോകട്ടെ മക്കളെ, തങ്ങളെ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടും അനുയായികൾ നോക്കിയിട്ട് പിന്നെയും പുഞ്ചിരിക്കും. അനുയായികൾ പറഞ്ഞു പൊയ്ക്കോ. അപ്പോഴും തങ്ങൾ പറയുന്നു ഞാൻ പോകട്ടെ. എന്ത്? പിന്നീട് ഒരാളോടും ശിഹാബ് തങ്ങൾ യാത്ര ചോദിച്ചിട്ടില്ല. അവസാനത്തെ യാത്ര ചോദിക്കലിൽ പിന്നെയും പറയുകയാണ്. അതാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാന്റെ വീട്ടിൽ വന്നിട്ടും പറഞ്ഞത്. അതല്ലേ മഹാന്മാരുടെ ലക്ഷണം നിങ്ങൾ കണ്ടോ? ബഹുമാനപ്പെട്ട കെ.ടി. ഉസ്താദ് കോഴിക്കോട് കടപ്പുറത്ത് ലക്ഷങ്ങളായ അനുയായികൾ നോക്കിയിട്ട് യാത്ര പറഞ്ഞിട്ട് അതാ ആംബുലൻസിൽ ഒരു ചെറിയ നെഞ്ചുവേദനയെ തുടർന്നുകൊണ്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടിട്ട് അതാ ആംബുലൻസിൽ തന്റെ മരുമകനായ ഹമീദ് ഫൈസിയുടെ മടിയിൽ തലവെച്ച് കൊണ്ടുപോകുമ്പോ ബഹുമാനപ്പെട്ട കെ.ടി. ഉസ്താദ് എല്ലാവരും കേൾക്കത്തക്ക സ്വഭാവത്തിൽ ഉറക്കെ ചൊല്ലുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ വിളിക്കുത്തരം നൽകിയവന്റെ അനന്ത വിഭായസിലേക്ക് പാറിപ്പറഞ്ഞ കെ.ടി. ഉസ്താദ് അല്ലാഹുവേ ബഹുമാനപ്പെട്ടവർക്ക് ദറജോർത്ത് കൊടുക്കണേ അല്ലാഹ്. ഞാനൊരു വഴി പരിചയപ്പെടുത്താണ്. ഞാൻ ആരും കുറ്റം പറയുന്ന ആളല്ല, കുറ്റം പറയേണ്ട തൊഴിലില്ല. പക്ഷേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഞാനൊരു ബേസ്, ഒരു വഴി പരിചയപ്പെടുത്താണ്. ഇത് പൊളിയരുത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത് പൊളിയരുത്. ഇത് പൊളിഞ്ഞാൽ നമ്മൾ പൊളിഞ്ഞു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സി.എച്ച്. ഉസ്താദ് തന്റെ വീട്ടിൽ ഭക്ഷണ സമയത്ത് ആര് കണ്ടാലും വലിച്ചെറിയാൻ തോന്നുന്ന പട്ടിണി പാവപ്പെട്ട ഒരു ഫക്കീർ ഇങ്ങനെ കയറി വരാം ഉച്ച സമയത്ത്. സി.എച്ച്. ഉസ്താദ് മോനോട് പറഞ്ഞു, നമുക്കൊരു അതിഥി വന്നിട്ടുണ്ട്, ഭക്ഷണം വളർത്തുക. ചിന്തിക്കണം, ദീൻ എന്താ നമ്മൾ മനസ്സിലാക്കണം. നമുക്കിങ്ങനെ തോന്നുക, നമ്മളൊരു കട്ടിയുള്ള ചെരുപ്പിട്ട് കണ്ട് മൊത്തത്തിലൊരു കെട്ടിട്ടാണ്ട് നമ്മളിങ്ങനെ ഒന്ന് ചിരിച്ചാ ദീനായി നമുക്കിങ്ങനെ തോന്നുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ദീനെന്താ? സി.എച്ച്. ഹൈദരസൂലിയർ പറഞ്ഞു, അതിഥിണ്ട് ഭക്ഷണം വിളമ്പി ഒറ്റ പ്ലേറ്റിൽ. എന്നോ കുളിച്ച മനുഷ്യനാ. അങ്ങനെയല്ല, അങ്ങനെ നടക്കുന്നവരിപ്പോ അങ്ങനെയല്ലേ, ഒപ്പം ഇരുത്തിയിട്ട് ഭക്ഷണം കഴിക്കുക ഒറ്റ പ്ലേറ്റിൽ. സി.എച്ച്. ഉസ്താദ് ഇവിടെ, നമ്മളാണെങ്കിലോ മണത്തിട്ട് കമ്മിഷൻ അടുത്തിരുന്നോന്നെ ഒപ്പം ഇരിക്കൂല. നമ്മൾ അടുത്തിരുന്നോന്റെ ഒപ്പം ഇരിക്കൂല അല്ലേ? ഒപ്പം ഇരുന്ന് തിന്നുന്ന സമയത്ത് തൊയ്യ് അപ്പുറത്ത് ഇങ്ങനെ നോക്കിക്കാം. അപ്പൊ ഈ അണ്ണാച്ചി, ഈ മനുഷ്യന്റെ വൃത്തിയൊന്നും ഉണ്ടാവില്ലല്ലോ, ആ നഖത്തിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ വറ്റ് കൊഴിഞ്ഞിടുണ്ട് താഴത്ത്. അത് സമസ്തന്റെ ജോയിന്റ് സെക്രട്ടറി സി.എച്ച്. ഉസ്താദ് പെറുക്കി തിന്ന. അപ്പൊ തൊയ്ഫൈസ് മോനല്ലേ, തൊയ്ഫൈസ് ആണ് അങ്ങനെയല്ല പറയാൻ പറ്റുള്ളൂ. ആ മനുഷ്യൻ നമ്മളെ അതിഥിയല്ലേ, ഈ ഭക്ഷണം വെറുതാക്കെ. എടാ അയ്യൊക്കെ വലിപ്പം വെച്ചിട്ട് ദീന് പറയണൊരു കാലത്ത് ഞാൻ ഇല്ലാതിരുന്ന നന്നായിരുന്നു. നീയൊക്കെ തണ്ടും തടിയും പക്വത ഉണ്ടായിട്ട് ദീന് പറയണൊരു കാലത്ത് ഞാൻ മരിച്ചുപോയാൽ മതിയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ സി.എച്ച്. ഉസ്താദിന്റെ മോളെ മൂക്കിപ്പറമ്പക്ക് കെട്ടിച്ചിട്ടുണ്ട്.
മോളെ വിവരം അറിയാൻ വേണ്ടി വാപ്പ പോവാണ്. മോളെ വിവരം അറിയാൻ വേണ്ടി കെട്ടിച്ച മോളെ വീട്ടിൽ നമ്മൾക്കൊരു പോക്കില്ലേ? നമ്മൾ പോയാൽ എന്താ ഉണ്ടാകുക? നമ്മൾ പോയാലും മുറുക്കൊരു കൊണ്ടാക്കാം. മോളെ ഗ്യാസം വെച്ചില്ലേ? അമ്മായിമ്മ എങ്ങനെയുണ്ട്? കിച്ചൻ വലിപ്പമുള്ളതല്ലേ? എന്റെ കുറ്റിന്നലെ ചോര ഇഷ ഗ്യാസും കുറ്റി ഉണ്ടോ നമ്മൾ ആദ്യം ചോദിക്കുന്നത്. കുറെ ഗ്യാസ് ഏറ്റവും പൊയ്ക്കണ തന്നെ. CH ഉസ്താദ് മോളെ കാണാൻ വേണ്ടി വരിക. മോളെ കാണാൻ വേണ്ടി വന്നു. മോളോട് ആദ്യം ചോദിച്ചെന്താരോ, ഇന്നലെ ഏശായ ജമാഅത്ത് നഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ. ഇന്നലെ ഏശായ ജമാഅത്ത് നഷ്ടപ്പെട്ടോ? പുതിയണ്ണിനോടാ ചോദിക്കണ്ടേ? നമ്മളൊന്ന് ചോദിക്കണമെങ്കിൽ ആദ്യം നമ്മള് കല്യാണത്തിനൊന്ന് നിസ്കരിക്കണ്ടേ? പിന്നെ ഇറങ്ങിയ പെണ്ണിന്റെ കാര്യം പറയണ്ടല്ലോ. അവിടെ പോയിട്ട് ചോദിക്കണമെങ്കിൽ ഒരു ബന്ധം കിട്ടണ്ടേ? പണ്ട് ഏതൊരാളോട് ഒരു വാപ്പനോട് പറഞ്ഞാലോ, മോൻ അവിടെ പാമ്പരാകുന്നുണ്ട്, ഒന്ന് പോയി നോക്കിയിരുന്നു. വാപ്പ ഓടി പോയി നോക്കി ചീത്ത പറഞ്ഞപ്പോ വാപ്പാന്റെ തൊള്ളയൊന്നും പാമ്പരാക ഒഴിഞ്ഞോടുന്നു. മൂപ്പരത് ചീരിയിട്ടാണ് മോനെ ചീത്തറ ഓടുന്നത്. സുബ്ഹാനല്ലാഹ്. CH ഉസ്താദ് ചോദിക്കാണ്, നിസ്കരിച്ചോ? ജമാഅത്ത് നഷ്ടപ്പെട്ടോ മോളെ? സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. طلع البدر علينا من ثنية الوداع وجب الشكر علينا ما دعا لله داعي يا رسول الله يا حبيب الله أيها المبعوث فينا جئت بالأمر المطاع أنت في الكل جميل وجمال يا مطاع يا رسول الله يا حبيب الله. പിന്നെ പ്രസംഗം ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളെ ഇടപെടലിന് ശേഷം തുടരും. അപ്പോ വളരെ ക്ഷീണമാണ്, വളരെ തിരക്കുമാണ്. ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇത് മാത്രം ദ്വാരുന്നു. തങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ഒക്കെ നടത്തിയിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. അസ്സലാമു അലൈക്കും ദലീ ശിഹാബ് തങ്ങളെ അധ്യക്ഷന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനനായ അധ്യക്ഷൻ, ഈ വേദിയിൽ പ്രഭാഷണം നടത്തുന്ന ജലീൽ റഹ്മാൻ വാണിനും വേദിയിലും സദസ്യസന്നിധരായിട്ടുള്ള മറ്റു സാദാത്യങ്ങളെ, പണ്ഡിതരെ, ഉമറാക്കളെ, സഹോദരന്മാരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ട് തന്നെ SKSF കോളമംഗലം യൂണിറ്റ് നടത്തുന്ന 2 ദിവസത്തെ ദ്വിദിന മതപ്രഭാഷണ വേദിയിലാണ്, ഒരു സമാപന ചടങ്ങിലാണ് ഒരുമിച്ച് കൂടിയത്. അള്ളാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായ സൽക്കരമായ അള്ളാഹു നമ്മളെ സ്വീകരിച്ച അർഹമായ പ്രതിഫലം അള്ളാഹുവിനെ തിരുകൂട്ടം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽപ്പെട്ട പല വ്യക്തിത്വങ്ങളും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ട് അള്ളാഹു അവർക്ക് എല്ലാവർക്കും മഹ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പല ആളുകളും അസുഖബാധിതരാണ്, അള്ളാഹു അവർക്ക് ശിഫ നൽകട്ടെ. ധാരാളം ആളുകളുടെ അകമഴിഞ്ഞ സഹായ സഹകരണം കൊണ്ടാണ് നമ്മുടെ ഈ പരിപാടിയുടെ വളരെ ഭംഗിയായി നടന്നു വരുന്നത്. അള്ളാഹു ഇതിനുവേണ്ടി ആരെല്ലാമാണോ സഹായിച്ച് സഹകരിച്ച് പ്രവർത്തിച്ച അള്ളാഹുവിന്റെ എല്ലാവരും എല്ലാ തരത്തിലുള്ള സഹായ സഹകരണം സ്വീകരിച്ച അർഹമായ പ്രതിഫലം അള്ളാഹു ഇരുകൂട്ടരും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജോലിയിലും കച്ചവടത്തിലൊക്കെ നാഥൻ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് നാമകമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ പോഷക സംഘടനയായ SKSFന്റെ പ്രവർത്തനം നമ്മുടെ നാട്ടിലേക്ക് വ്യാപിപ്പിച്ച് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവും, അതോടൊപ്പം തന്നെ ഇന്ന് സമൂഹത്തിൽ ആധുനിക ഈ സാങ്കേതിക സൗകര്യങ്ങൾ ലഭ്യമായ കാലഘട്ടത്തിൽ
അധർമ്മങ്ങൾ കൊണ്ട്, അനീതികൾ കൊണ്ട്, അനാചാരങ്ങൾ കൊണ്ട് സമൂഹം മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ, അത്തരം ദുരാചാരങ്ങൾക്കെതിരെ, അത്തരം അനിസ്ലാമിക പ്രവണതയ്ക്കെതിരെ പോരാടിക്കൊണ്ട്, ശക്തമായി പോരാടിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ, ഉത്തമ ബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യസാക്ഷാത്കാരമാണ് നമ്മൾ. അതിനുവേണ്ടിയ പ്രവർത്തനമാണ് നാം നടത്തേണ്ടത്. രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ ദീന്റെ മാർഗത്തിൽ അവരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വക്താക്കളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. അതിന്റെ പ്രവർത്തകരാക്കി മാറ്റിയെടുത്തുകൊണ്ട് അതിലൂടെ മഹാന്മാരായ നേതാക്കന്മാരുടെ ആ ജീവിതചര്യയിൽ നിന്ന്, പാന്താവിൽ നിന്ന്, വഴിയിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കാനും പാഠം ഉൾക്കൊള്ളുവാനും അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അള്ളാന്റെ ദീൻ അത് എപ്പോഴും കർമ്മപഥത്തിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ട് മുന്നേറുന്ന ഒരു സമൂഹത്തെയായിരിക്കും വാർത്തെടുക്കേണ്ടത്. ഇന്ന് ഈ ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ ലഭ്യമായ കാലഘട്ടം മനുഷ്യ സമൂഹം പലതരത്തിലുള്ള അധർമ്മകൾ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ദിനപ്രതി പത്രവാർത്താ മാധ്യമങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതിനൊക്കെ ഇത്തരം ദുരാചാരങ്ങൾക്കെതിരെ, ഇത്തരം അനിസ്ലാമിക പ്രവണതയ്ക്കെതിരെ പോരാടണമെങ്കിൽ അള്ളാന്റെ ദീനിനെക്കുറിച്ച് അറിയണം, പഠിക്കണം. അതിന് മഹാന്മാരായ നേതാക്കന്മാർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് മദ്രസ എന്ന പ്രസ്ഥാനം തന്നെ രൂപീകൃതമായി. അത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ മദ്രസകൾ രൂപീകൃതമായിട്ടുണ്ട്. നമ്മുടെ മക്കളെ ചെറുപ്രായത്തിൽ തന്നെ മതവിദ്യാഭ്യാസം നൽകി, അതിന് ഊന്നൽ നൽകിക്കൊണ്ട് മതവിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഇസ്ലാമിന്റെ മൂല്യങ്ങൾക്ക് വിലമതിച്ചുകൊണ്ട് ജീവിക്കുന്ന സമ്പത്ത് വാർത്തെടുക്കാൻ സാധിക്കും. അതിന്റെ പ്രവർത്തനം അപ്പൊ ഒരുപക്ഷെ പല ആളുകൾക്കും ചെറുപ്രായത്തിൽ മതവിദ്യാഭ്യാസം നേടിയെടുക്കാനുള്ള സൗകര്യം ലഭ്യമായിട്ടില്ലായിരിക്കാം. അങ്ങനെ ലഭ്യമാകാത്ത ആളുകൾക്ക് ഖുർആൻ ക്ലാസും മതപ്രഭാഷണ വേദികളൊക്കെ പങ്കെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനത്തിന് മുത്തുകളായിരിക്കണം അവർ പകർത്തേണ്ടതെന്നുള്ളത്. പകർത്തിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഉത്തമ ബോധമുള്ള സമൂഹത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മ നാഥന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഉറച്ചിത പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി SKSF പൂളമംഗലം യൂണിറ്റ് ഒരുക്കിയ ഉപഹാരം സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾക്ക് നൽകുകയാണ്. അതിന് നൽകുന്നതിന് വേണ്ടി നമ്മുടെ സയ്യിദ് ഹക്കീം തങ്ങൾ അവറുകളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി റഷീദ് അലി തങ്ങളെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അപ്പോ ഞാനീ പറയുന്നത് മഹാന്മാരെ കുറിച്ചാണ്. മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അതിന്റെ വാതിലുകളാണ്. സ്നേഹമാണ്. സ്നേഹം കൊണ്ട് രക്ഷപ്പെടും. അൽ മർഉ മഅ മൻ ഹബ്ബ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിദ്മത്തെ തൊടുത്തിരുന്ന അനസ് റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു പ്രതീക്ഷയാണ് സഹാബാക്കൾക്ക്. മഹബ്ബത്തും ഖിദ്മത്തും അത് വലിയ കാര്യമായിട്ട് സഹാബാക്കൾ വിശ്വസിച്ചിരുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഉമ്മമാരെ, അനസിനെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖാദിമായി കിട്ടിയത്? അള്ളാഹുവിന്റെ റസൂൽ മദീനയിൽ എത്തിയപ്പോൾ അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിൽ മുസ്തഫ നബി താമസിക്കുകയാണ്. വലിയ ചരിത്രമാണ്. ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് വലിച്ചതും ഞാൻ പറയുന്നില്ല. മദീനയിലേക്ക് എത്തിയതിന്റെ പിറകിലുള്ള കാരണങ്ങളുടെ അടിസ്ഥാനങ്ങളുടെ പേരും ഈ സമയത്ത് ഞാൻ പരാമർശിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ പുന്നാരപ്പൂമാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുമ്പോൾ നമ്മുടെ എല്ലാ മഹാന്മാർക്കും, ലോകത്തെല്ലാ ഔലിയാക്കളുടെയും മരുന്നാണ് മുഹമ്മദ് മുസ്തഫ. ഉയർന്നവരെല്ലാം ഉയർന്നത് ഈ മഹബത്തിലൂടെയും സലാത്തിലൂടെയാണ്. പയച്ചവരൊക്കെ പയച്ചത് ഈ മഹബത്തും സലാത്തും ഇല്ലാത്തതുകൊണ്ടാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ CH സ്ഥാൻ ഇങ്ങനെ പറയുമ്പോഴാണ് തങ്ങൾ വന്നത്. അതുകൊണ്ട് എന്റെ ക്രമം തെറ്റിയതാണ്. സ്വന്തം മോളോട് ചോദിക്കുകയാണ്, യശാ ജമാഅത്ത് നഷ്ടപ്പെട്ടോ? എന്തൊക്കെ നമുക്ക് പഠിക്കാണ്ടായില്ലേ? യശാ ജമാഅത്ത് നഷ്ടപ്പെട്ടോ? രണ്ടാമത് CH സ്ഥാൻ ചോദിക്കാണ്, ഇന്നലെ ഹദ്ദാദ് മുടങ്ങിയത്. പുതിയണ്ണിനോടാണ് ചോദിക്കുന്നത്, ഹദ്ദാദ് മുടങ്ങിയത്. നമ്മൾ ചോദിക്കലും മണിയാറിന്റെ മാല പറിച്ചോന്ന ഹദ്ദാദ് മുടങ്ങി. ഇവരൊക്കെയാണ് അള്ളാന്റെ മഹാന്മാർ. അവർക്ക് ഇതല്ലാത്ത വേറെ ചിന്തയില്ല, ഉഖ്റവിയായ ചിന്തയില്ലാത്ത വേറൊന്നുമില്ല.
CH ഉസ്താദ് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ്. അപ്പണ്ട് ടൗണിൽ നിന്ന് ഒരു അനൗൺസ് കേൾക്കുന്നു. സമസ്തന്റെ സെക്രട്ടറി CH ഐദ്രൂസ് മുസ്ലിയാർ വാള് പറയുന്നതാണ്. അപ്പൊ ഉസ്താദ് അവിടെ വാള് പറയുന്നത് നാളെയാണ്. അനൗൺസിൽ പറയണതും അങ്ങനെയാണ്. പക്ഷെ നാളെയാണ് വാള് പറയണെന്നുള്ള ഉസ്താദിന് മനസ്സിലായിട്ടില്ല. ഇത് കേട്ടപ്പോ ഉസ്താദ് പേടിച്ചു. പഠിച്ചോനെ ഇന്ന് ഞാൻ വാള് വെച്ചത് മറന്നിട്ടുണ്ടാവുക. അടുത്ത സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയിട്ട് ആ മനുഷ്യൻ നേരെ നടക്കണം. എന്നിട്ട് ആ ഗ്രാമത്തിലുള്ള ഒരു കൊച്ചു പള്ളിയിൽ മാരി വിസ്കരിക്കാൻ കൂടുകയാണ്. അവിടുന്ന് ആളുകളോട് വെച്ചു, ആളുകൾക്ക് ഉസ്താദിനെ തിരിഞ്ഞിട്ടില്ല. ആളുകളോട് വെച്ചു, CH ഐദ്രൂസ് മുസ്ലിയാർ വാളിന്ന് എവിടെ നടക്കണമെന്ന് വെച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇന്നിപ്പോ ഇവിടെ അടുത്തോടെ വാളില്ലല്ലോ. അല്ല, ഇപ്പൊ ഒരു അനൗൺസ് ഇങ്ങനെ കേട്ടിരുന്നു, അത് നാളത്തെ വാളാണ് തന്നെ എന്ന് പറഞ്ഞ് നിസ്കാരം കഴിഞ്ഞപ്പോ വേറെ ബസ്സിന് പോയി. ഇവരൊക്കെയാണ് സമസ്ത ഉണ്ടാക്കിയത്. പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഉസ്താദ് വണ്ടി വിളിച്ചതൊന്നും പോല. കാരണം ആ പൈസ സംഘാടകർക്ക് നഷ്ടപ്പെടാന്ന് കരുതിയിട്ട് വണ്ടി വിളിച്ചിട്ട് പോല, ബസ്സിനെ പോവാ. തമിഴൂർ വരെയാണെങ്കിൽ അതിനും കാട്ടി, ചിലപ്പോ അതിലൊക്കെ കയറിയിട്ടാ പോവാ. ഒരിക്കലും പോലീസ് ബസ് കയറുന്നുണ്ട്. അപ്പൊ അതിനെ കാട്ടിയാണ് നിർത്തിയപ്പോ അവര് തന്നെ ഞങ്ങൾ പോലീസുകാരാണ്, ഞാൻ മനുഷ്യന്മാരാന്ന് വിചാരിച്ച് കാട്ടിയാണ്. അവരൊക്കെ ദീന് നട്ട് വളർത്തിയിട്ടാണ് പരലോകത്ത് വിശ്രമിക്കുന്നത്. അള്ളാഹുവർക്കൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ചിന്തിക്കണേ, ഉമ്മത്തിന് വേണ്ടി ജീവിക്കുക. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ ജീവിതകാലത്ത് കേരളത്തിൽ ഏറ്റവും തിരക്ക് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കാണ്. ഇന്നിപ്പോ കേരളത്തിലെ ഏറ്റവും തിരക്ക് എന്റെ അഭിപ്രായത്തിൽ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്കാണ്. എന്റെ അഭിപ്രായത്തിൽ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്കാണ്. വേറെ തിരക്കുള്ള ആൾക്കാരെ ഞാൻ ചെറുതാക്കില്ല, എന്റെ ഒരു നോട്ടത്തിൽ തങ്ങൾക്കാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പുറത്ത് പരിപാടിക്കൊക്കെ പോയി രാത്രി ഇങ്ങനെ വരും. അപ്പോഴുണ്ടാവും ഒന്നോയിട്ട് ആളുകൾ. ഞാൻ അടുത്ത് പാണക്കാട് വാതിനപ്പോ അതിൽ തങ്ങള് വാത് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞ് പുരയിൽ പോയിട്ട് ഒരു ചായ പിടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. പഠിച്ചവനെ തങ്ങൾ പോവാന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചായ അല്ലേ, ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. തങ്ങളെ വണ്ടിയിൽ തന്നെ കയറി വീട്ടിൽ പോയി. രാത്രി 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴുണ്ട് കൊലായ്മ ഒരുപാട് ആൾക്കാർ. അപ്പോഴുണ്ട്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞു വരുമ്പോ ഒന്നായിട്ട് ആളാം. ഇവര് വന്നത് പരപ്പനങ്ങാടി എന്ന കുറെ ആൾക്കാർ. അവരാവശ്യം അവിടെ കടപ്പുറം ഒന്നായിട്ട് നേരത്തെ വരക്കൽ തങ്ങൾ പോപ്പൻ എടുത്ത് പോയാൽ മതി. കടയിൽ കണ്ട് ക്ഷോഭിച്ചിട്ട് തെര അടിച്ചിട്ട് ഒരുപാട് കുടിലുകൾ നശിച്ചിരിക്കണം. അവര് വഴിമുട്ടിയപ്പോ അതിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അവരൊക്കെ കൂടി പാണക്കാട് പരിഹാരത്തിന് വന്നു. ആ പാണക്കാട് തങ്ങൾ വണ്ടി കണ്ട് ഇറങ്ങിയപ്പോ എല്ലാരും കൂടിയാണ് പോകുന്നത്. അയ്യപ്പനുണ്ട്, ഒക്കെ ഉണ്ട്. തങ്ങളെ അവര് ഞങ്ങളമ്പുരാന്നല്ല പറയാം. നമ്മളെ പരപ്പനങ്ങാടിയിൽ ആകെ പ്രശ്നമാണ് തങ്ങളെ, എല്ലാരും പട്ടിണിയിലാണ്. തങ്ങൾ പാപ്പ വന്നിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞത് അടുത്ത ഏതെങ്കിലും ദിവസങ്ങൾ അതിലൂടെ പോകുമ്പോ അവിടെ നിന്ന് ഇറങ്ങണം എന്നാണ്. അല്ലാതെ ഡേറ്റ് കിട്ടൂലല്ലോ. പാതിരാത്രി സമയം തങ്ങളിങ്ങനെ കേട്ടിട്ട് പഠിച്ചോനെ ടെൻഷൻ അടിച്ചിട്ട് ഉള്ളിൽ പോയിട്ട് പിന്നെ വരുന്നില്ല. അപ്പൊ ചില ആൾക്കാർക്ക് തോന്നി പരിപാടികളുടെ തിരക്കിൽ വന്നിട്ട് ഉള്ളിൽ കടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. ചിലവർക്ക് ഇങ്ങനെ തോന്നി ഉറങ്ങുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞുറങ്ങിക്കൂടെ. മനുഷ്യന്റെ അവസ്ഥ അല്ലേ, ഒന്ന് പറഞ്ഞാണ്ട് ഉറങ്ങി നമുക്കാണ്ട് പോവല്ലോ. തങ്ങൾ ഉറങ്ങില്ല. തങ്ങൾ കുളിച്ചിട്ട് ഡ്രസ്സ് മാറ്റിയാണ് പരപ്പനങ്ങാടി പോയത്. തങ്ങൾ കുളിച്ചിട്ട് ഡ്രസ്സ് മാറ്റിയ പരപ്പനങ്ങാടി പോയ. തങ്ങള് കുളിച്ച് തങ്ങൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഇടുക, ചളിയൊന്നും ഇല്ലാത്ത ഇടുക, വെള്ളം ഇടുള്ളൂ. ആ വെള്ള കുപ്പായം, വെള്ള തുണി, കറുത്ത തൊപ്പി, ആ കുപ്പായം പോലെ തന്നെ പൽബു. ആർക്കും തർക്കമില്ലാത്ത കാര്യമില്ല ഇപ്പൊ ഇതൊക്കെ. ഇതെല്ലാരും പറയണല്ലേ. തങ്ങള് തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടെന്നപ്പോ തങ്ങളോട് വെച്ച് അല്ല ഞങ്ങളപ്പ എന്നപ്പോ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങാന്ന് വെച്ചു. ഇപ്പൊ പോവാ, ഇപ്പൊ രാത്രിയാ ഞാന് ഡ്രസ് മാറ്റി വരികയാണെന്ന് പറഞ്ഞു. എല്ലാരും കൂടി പോയി. തങ്ങൾ കടപ്പുറത്താണ് എന്നിട്ടാണ് തുടങ്ങിയത്. കടല് പിന്നിക്ക് പോയി, തിരമാല ശാന്തായി. പിറ്റേന്ന് ഒരു വെള്ളം ഇറക്കിയിട്ട് ഒരു മീൻ പിടിക്കാൻ വേണ്ടി പോയി. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്.
മണ്ണക്കാട്ട വീട്ടിൽ MLA-മാര്, MP-മാര്, മന്ത്രിമാര് നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. കോഴിക്കോട് ഒരു മീറ്റിംഗിലേക്ക് തങ്ങളും ഒരുങ്ങിയിട്ട് കാറിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. സകല മന്ത്രിമാരും തങ്ങളെ കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് രണ്ട് ഉമ്മാര് തള്ളാരും കണ്ടു വരുന്നത്. എല്ലാരും ഇവിടെ കാത്തിരിക്കാണ്. തങ്ങൾ വഫാത്തായ മാസം, അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. രണ്ട് തള്ളാരുന്നു. അപ്പൊ തങ്ങള് വെച്ചു, എന്തേന്ന് വെച്ചു. ഇവര് പറഞ്ഞു, ഞങ്ങളെ വീട്ടിൽ ആടിന് തീരെ ഇല്ല, കിടക്കണില്ല, ഉറങ്ങണില്ല, പാലും ഇല്ല, ആകെ പ്രശ്നത്തിലാണെന്ന്. ഇവരൊക്കെ അവിടെ കാത്തിക്കുന്നു. അപ്പൊ തങ്ങള് പറഞ്ഞു, ആയിക്കോട്ടെ, എന്നാ വെള്ളം മന്ത്രിച്ചാരാ? ആരാ അപ്പൊ വെള്ളം മന്ത്രിച്ചെടുക്കുക? എന്നിട്ട് ഇവരോട് ചോദിക്കാണ്, നിങ്ങൾ കുപ്പി കൊടുക്കണോന്ന്. അപ്പൊ അവര് കുപ്പി കൊടുക്കുന്നില്ല. കുപ്പി കൊടുക്കുന്നില്ല. അപ്പൊ തങ്ങളുള്ളിൽ പോയിട്ട് കുപ്പി തപ്പാണ്. മന്ത്രിമാരിവിടെ കാത്തിക്കുന്നു. അപ്പൊ ഈ തള്ളാരിങ്ങനെ വരച്ചു, ഇങ്ങോട്ട് പോരെ, ഇവിടെ ആരുമില്ല, എനിക്ക് തിരക്കില്ല, നിങ്ങൾ ഇങ്ങോട്ട് പോരെ, ഇവിടെ ആരുമില്ല, ഇങ്ങോട്ട് പോരെ. അവരവിടെ അങ്ങനെ നിൽക്കുക. കുപ്പിയൊക്കെ എടുത്ത് വെള്ളം നിറച്ച് മന്ത്രിച്ചിട്ട് കൊടുത്തിട്ടാണ് തങ്ങളാണ്ട് ഇറങ്ങുന്നത്. ചിന്തിക്കണേ, ചിന്തിക്കണേ, ചിന്തിക്കണേ. സുബ്ഹാനല്ലാഹ്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് ഗോതമ്പിന്റെ തങ്ങത്ത് അതിന്റെ തൊലിയിലെ നമ്മുടെ നെല്ലിലെ ഉമി പോലെ ഗോതമ്പ് അത് ഉമിയാക്കിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് ആ ഉമി തിന്നുകയാണ്. ധാന്യം മദീനയിലെ പാവങ്ങൾക്ക് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. റബ്ബേ, ആ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ റബ്ബേ. കണ്ടില്ലേ നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലത്ത് പേർഷ്യയിലുള്ള പല പ്രമുഖരും ഇസ്ലാമിലേക്ക് വരികയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാം വ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാജാക്കന്മാരും മന്ത്രിമാരും ഇസ്ലാമിന്റെ അമീറായ മദീനയുടെ ഭരണാധികാരിയായ അമീറുൽ മുഅ്മിനീൻ എന്ന പ്രശസ്തനായ ആ വിശേഷണത്തിൽ ലോകപ്രശസ്തനായ ഉമറിനെ സന്ദർശിക്കാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സമയമാണ്. പക്ഷേ ആ സമയത്ത് ഉമറിന്റെ വീട് കൂന്നുകൊണ്ട് കടക്കേണ്ട കാറ്റടിച്ചാൽ പൊളിഞ്ഞു പോകുന്ന കൊച്ചുകൂരയാ. ആ സമയത്ത് സ്വർണത്തിന്റെ കുപ്പായം ധരിച്ച് തന്നെ കാണാൻ വരുന്ന വലിയ വലിയ രാജാക്കന്മാർ ഉമറെ നേരിടുന്നത് പരുക്കൻ കുപ്പായം ധരിച്ചുകൊണ്ടാണ്. രണ്ടാമത്തെ കുപ്പായമില്ല. ധാരാളം കിസ്റാവിറക്കോ ഖൈസറും പനിക്കുന്നതാണ്. മിസ്റുൽ മുഖൗഖിസ് കേട്ടുടനെ തുന്നതാണ്. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർ തുല്യമാണല്ലോ. വീരാരണകേശ്വരി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ സമയത്ത് സ്വഹാബാക്കൾ തീരുമാനമെടുക്കുകയാണ്, ബൈത്തുൽ മാലിൽ നിന്നുള്ള പണം കൊണ്ട് ഉമറിന് ഒരു ഗസ്റ്റ് ഹൗസ് നമുക്കുണ്ടാക്കാം. മന്ത്രിമാർ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും രാജാക്കന്മാരും നമ്മുടെ ദീനിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉമറിനെ കാണാൻ വേണ്ടി വരുമ്പോ ഉമർ ഈ കൊച്ചുകൂരയിൽ കുപ്പായം ധരിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടാൽ അത് കാലോചിതമായ പിശുക്കത്തരം എന്നേ തോന്നുകയുള്ളൂ. മാത്രമല്ല, ഏതെങ്കിലും ആളുകൾ ദീനിലേക്ക് കടക്കാതെ പിന്തിരിക്കാൻ അത് കാരണമായാലോ എന്നതുകൊണ്ട് സ്വഹാബാക്കൾ ഒരുമിച്ച് കൂടി ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അഭാവത്തിൽ ഒരു തീരുമാനമാണ്, നമുക്ക് ബൈത്തുൽ മാലിൽ നിന്നുള്ള ഫണ്ട് കൊണ്ട് ഉമറിന് തന്റെ വീട്ടിൽ ഒരു പ്രവിശാലമായ റൂം സൗകര്യം ചെയ്യാം. മറ്റ് നാടുകളിൽ നിന്നുള്ള അറിയപ്പെട്ട ആളുകൾ വന്നാൽ അവർക്കുള്ള സ്വീകരണ മുറിയായ ഒരു വിശാലമായ റൂം നമുക്ക് ശരിപ്പെടുത്താം. നമുക്ക് സമ്പത്ത് ബൈത്തുൽ മാലിൽ
നിന്ന് എടുക്കാമെന്നറിയിക്കാം. ഒരാൾക്കും തർക്കമില്ല, ഒരാളും എതിരഭിപ്രായം പറഞ്ഞില്ല. സർവാത്മന അംഗീകരിക്കപ്പെട്ട ആ കാര്യമില്ലേ. പിന്നീട് ജനങ്ങൾക്ക് എതിരഭിപ്രായം വന്നത് തീരുമാനമെടുത്തതിനു ശേഷം ആളുകൾ ചോദിച്ചു, ഇത് ഉമറിനോട് ആരാണ് പറയുക? അപ്പോഴാണ് അഭിപ്രായ വ്യത്യാസം വന്നത്. തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നില്ല. അങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ അഭിപ്രായ വ്യത്യാസം വന്നു. അതിന് ആരാ പറയാ? ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞ വിവരം അങ്ങോട്ട് അറിയാം. അപ്പൊ എല്ലാവർക്കും പറ്റും. ഞാൻ പറയില്ല. എല്ലാരും എനിക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും നാട് ചെന്നാൽ ചിലപ്പോൾ വിവരം അറിയും. എല്ലാരും ആണ്ടോട് മാറി. അപ്പൊ എല്ലാരും കൂടി തീരുമാനിച്ചു, നമുക്ക് മോളാരാ? ഹഫ്സ ബീവിയ. ഹഫ്സ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, ഖത്താബിന്റെ മോളോ. ഹഫ്സാനെ ആയിഷാനെ കൂടി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞേക്കാം. ചിന്തിക്കണേ. കാരണം ഒന്ന് മോളാണ്, രണ്ട് റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. ആയിഷയാണെങ്കിലോ ഉമ്മുൽ മുഅ്മിനീന, രണ്ടുപേരും ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ പെട്ടതാണ്. ഹഫ്സയാണെങ്കിലോ പ്രിയപുത്രിയുമാണ്. അതുകൊണ്ട് നമ്മോട് ശകാരിക്കും പോലെ ആയിഷ ബീവിയോട് നേരിടുകയില്ല. അതുകൊണ്ട് നമുക്ക് ആയിഷാനെയും ഹഫ്സാനെയും റളിയല്ലാഹു തആല അൻഹുമാ പറഞ്ഞേക്കാം എന്ന് അതാ തീരുമാനമെടുത്തു. രണ്ടുപേരെയും ചട്ടം കെട്ടിയിട്ട് ഉമറിന്റെ അരികിലേക്ക് വിടുകയാണ്. ഹഫ്സ റളിയല്ലാഹു തആല അൻഹ കൂടെയുണ്ട്. ആയിഷ ഉമ്മ പോവുകയാണ്. ഉമറിന്റെ വീട്ടിലെത്തിയിട്ട് പറയുകയാണ്, ഉമറേ, ഒരു പ്രത്യേകമായ സ്വകാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്താ ഉമ്മ പറയാനുള്ളത്? ആ സമയത്ത് പറഞ്ഞു, ഉമറേ, പുറത്തുനിന്ന് അറിയപ്പെട്ട പല ആളുകളും നിങ്ങളെ പരിചയപ്പെടാൻ മദീനയിലേക്ക് വരുന്ന കാലമല്ലേ, ദീന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളിപ്പോഴും ഈ കൊച്ചുകൂരയിലായി കുടുസായ റൂമിൽ താമസിക്കുന്നത് കണ്ടിട്ട് പുറത്തുള്ള പ്രമാണിമാർക്കൊരു കുറവാകും ഉമറേ. അതുകൊണ്ട് അതാ സ്വഹാബാക്കൾ തീരുമാനമെടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ അംഗീകാരമുണ്ട്, നിങ്ങളുടെ വീടിന് പ്രവിശാലമായ ഒരു ഗസ്റ്റ് ഹൗസ് നിർമ്മിക്കാം ഉമറേ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. അപ്പൊ ഉമ്മുൽ ഖത്താബ് പറഞ്ഞു, ഉമ്മ അത് വേണ്ട, അത് വേണ്ട. അപ്പൊ ഹഫ്സാബി പറഞ്ഞു, പറഞ്ഞോളി. വേണ്ട അറിഞ്ഞ് തിരിച്ചു വേണ്ട, ഒന്നുകൂടി പറഞ്ഞോളി. ഹഫ്സ ബീവി ഒന്നുകൂടെ പറയാൻ പ്രേരിപ്പിച്ചു. ആയിഷ ഉമ്മ പിന്നെയും എടുത്തു പറയുകയാണ്, ഉമറേ, മുടക്കല്ല ഉമറേ. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് ഇത്തിരി ഗൗരവത്തോടെ പറയുകയാണ്, ഉമ്മ അത് പറയണ്ട ഉമ്മ. ആയിഷ ബീവി പിന്നെയും പറഞ്ഞു. അപ്പോൾ ഉമർ പറഞ്ഞു, ഉമ്മ ഇത് പറഞ്ഞ് ഇവിടെ നിൽക്കണ്ട ഉമ്മ. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ വരുന്നുണ്ട്. طلع البدر علينا من ثنيات الوداع، من ثنيات الوداع، وجب الشكر علينا ما دعا لله داع، ما دعا لله داع. أيها المبعوث فينا جئت بالأمر المطاع، جئت بالأمر പിന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ചരിത്രം ഇത് മുക്കാലായി. ഞാൻ ഇനി പറയുമ്പോൾ വിശദീകരിച്ച് പറയാതെ അതങ്ങോട്ട് പറഞ്ഞു തീർക്കാൻ ചിന്തിക്കണം. വളരെ പെട്ടെന്ന് ഞാൻ തീർക്കും. തങ്ങൾ വന്ന് നമുക്ക് ദ്വായിൽ പങ്കെടുക്കണം, നമുക്ക് പെട്ടെന്ന് പിരിയണം. അവരൊക്കെ വലിയ തിരക്കുള്ള മനുഷ്യന്മാരാണ്. നമ്മളവരെ പിന്നാലെ നടക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മളെ വർക്കത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവരിരുത്തുമ്പോൾ ഞാൻ ഇരിക്കും. അങ്ങനെയാണ് ബഷീർ തങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ് നിൽക്കണ്ട, നിങ്ങൾ ഇരുന്നാൽ മതിയാണ്. തങ്ങളും പറഞ്ഞിരിക്കാൻ. അതുകൊണ്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ
അൽഹംദുലില്ലാഹ് വലിയൊരു സൗഭാഗ്യമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദീർഘായുസ് കൊണ്ട് നമുക്കൊക്കെ തണലും നിഴലും തെറ്റ വല്ലാത്ത ഇടപെടലാണ് ബഹുമാനപ്പെട്ട ജമീൽ തങ്ങൾ. ഞങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ഞങ്ങളെ പ്രഭാഷകന്മാർക്കൊക്കെ അവിടുത്തെ ഓരോ വാക്കുകളും ഉപദേശമൊക്കെ വല്ലാത്തൊരു ആരോഗ്യമാണ്. അല്ലാഹു ഒരു ചിന്തിക്കണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിയോട് പറയുകയാണ്, ഉമ്മ ഇത് പറഞ്ഞിവിടെ നിൽക്കണ്ട ഉമ്മ, നിങ്ങൾക്കറിയില്ലേ ഉമ്മ, നിങ്ങൾ മറന്നോ ഉമ്മ നിങ്ങളുടെ ഭർത്താവിനെ, ലോകത്തിന്റെ നേതാവിനെ? ഒരിക്കൽ ഞാൻ വീട്ടിൽ വന്നപ്പോ നിങ്ങളുടെ ഭർത്താവായ എന്റെ ഹബീബ് ഈത്തപ്പന മട്ടലിൽ കിടന്നിട്ട് അവിടുത്തെ പുറത്ത് അതാ ഈർക്കിളിയുടെ ഫോട്ടോസ്റ്റാറ്റ് ഞാൻ കണ്ടപ്പോ ഞാൻ കണ്ണിൽ വെള്ളം നിറച്ച് കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്നത് വിരൽക്കൊടികളെ കൊണ്ട് തുടച്ചിട്ട് എന്റെ ഹബീബിനോടൊന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, കിസ്റാ കൈസർ ഭരിക്കുന്ന രാജാക്കന്മാർ അമ്പരച്ചുമരികളായ കൊട്ടാരത്തിൽ കിടന്നുകൊണ്ട് സുഗോലുപതയുടെ പറുദീസയിൽ സുഖിക്കുമ്പോ ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ അങ്ങ് ഈ തപ്പന മടലിൽ കിടന്നിട്ട് അതിന്റെ അടയാളം അങ്ങയുടെ ശരീരത്തിൽ കാണുന്നല്ലോ നബിയേ. ആ സമയത്ത് മുസ്തഫ നബി എന്നോട് പറഞ്ഞു, ഉമറേ, അവർക്കൊക്കെയുള്ള സുഖങ്ങൾ പടച്ചവൻ നേരത്തെ കൊടുക്കുകയാണ്, എനിക്കുള്ളത് പടച്ചവൻ പരലോകത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാ. ദുനിയാവ് ഒന്ന് പരിപരുത്താൽ ആഖിറം മയമായി കിട്ടും ഉമറേ എന്ന് എന്നോട് എന്റെ ഹബീബ് പറഞ്ഞതാണ്. നിങ്ങളുടെ ഭർത്താവായ ലോക ഹബീബ് കിടന്നിരുന്ന കിടപ്പുറപ്പ് നിങ്ങൾ മറന്നോ ഉമ്മ? അതുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട ഉമ്മ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ആ ഹഫ്സാ ബീവി റളിയല്ലാഹു തആല അൻഹായുടെ ഭർത്താവ് അങ്ങ് മരിച്ചപ്പോ ഹഫ്സാ ബീവി വല്ലാത്ത ദുഃഖിതയാ. ഇത്ത കഴിഞ്ഞ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖിനെ സമീപിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, സിദ്ദീഖേ, എന്റെ മോള് ഹഫ്സ വല്ലാത്ത ദുഃഖത്തിലാണ്. ഉഹദ് യുദ്ധത്തിലേറ്റ മുറിവ് കാരണത്താൽ ഹഫ്സയുടെ ഭർത്താവ് വഫാത്തായി. ഇപ്പോൾ ഒറ്റപ്പെട്ട് കഴിയുന്ന ഹഫ്സാക്ക് വല്ലാത്ത ദുഃഖമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം മുശാവറ ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്താണ് ഉമറേ? അല്ല സിദ്ദീഖേ, നിങ്ങൾക്ക് എന്റെ മകളായ ഹഫ്സായെ ഒന്ന് കല്യാണം കഴിച്ചുകൂടെ? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ഒന്നും മിണ്ടിയില്ല. ചിലരൊന്നും മിണ്ടാതിരുന്ന അതിലൊരു വല്ലാത്ത പാടുണ്ടാവും. ഞാൻ എന്റെ അടുത്തൊരു പരിപാടി തുടങ്ങി. ഉദ്ഘാടനത്തിന് തങ്ങളെ വിളിച്ചു. തങ്ങൾ വന്നു. തങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ ദ്വാരക്കൂല. എനിക്കന്ന് തങ്ങളോട് ചെറിയൊരു പണക്കില്ല ഉള്ളത് തുറന്നു പറയാമോ, ഞാൻ ദ്വാരക്കൂല. പിന്നെയാണ് ദ്വാരക്കൂല എന്ന് പറഞ്ഞ രഹസ്യം മനസ്സിലായത്. അത് ആ ക്ലച്ച് പിടിച്ചോല്ല മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അത് ദ്വാരനിട്ടാറ്റ ക്ലച്ച് പിടിച്ചാൽ ഞാൻ കുടുങ്ങിയിരുന്നു. പിന്നൊരു സ്ഥലത്ത് കണ്ടപ്പോ പിന്നെ പുറത്ത് കൊട്ടിരിച്ചു പറഞ്ഞു, അതല്ലേ ഞാൻ ദ്വാരക്കാന്ന്. അള്ളാഹുവർക്കൊക്കെ ആഫിയത്തുള്ളത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ ഇരുന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബിന് വൈഷമം കൂടുകയാണ്. എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, പക്ഷെ കാമ പറയുന്നില്ല. ആ സമയത്ത് ഉമർ സങ്കടക്കൽബോടെ ഇലാ ഹളറത്ത് റസൂലുള്ളാഹിനെ സമീപിച്ചിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഭർത്താവിന്റെ വഫാത്തിന് ശേഷം വല്ലാത്ത ടെൻഷനിലാണ്, ദുഃഖത്തിലാണ് നബിയേ. നല്ലതായൊരു മനുഷ്യന് ഞാൻ പരതിയപ്പോൾ എനിക്ക് ആദ്യമായി വന്നത് സുദ്ദീഖനെയാണ് നബിയേ. എന്റെ മോളാകുന്ന ഹഫ്സായ സുദ്ദീഖ് കല്യാണം കഴിച്ചാൽ എനിക്ക് വല്ലാത്ത പ്രതീക്ഷയാണ് നബിയേ. ഞാൻ
ഞാൻ ഈ വിഷയം സുദ്ദീഖിനോടൊന്ന് അന്വേഷിച്ചപ്പോ കഴിക്കൊന്നും പറഞ്ഞില്ല, കഴിക്കൂലെന്നും പറഞ്ഞില്ല. രണ്ടാളൊന്ന് സുദ്ദീഖ് പറയാത്തത് കൊണ്ട് വല്ലാത്ത ടെൻഷൻ നബിയേ. ആ സമയത്താണ് മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉമറേ, എന്റെ മകളായ ഹഫ്സായ സിദ്ദീഖിനേക്കാൾ മാന്യനായ അഷ്റഫായ ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചാൽ പോരെ എന്ന് ചോദിച്ചിട്ട് മുത്ത് ഹബീബ് അങ്ങ് ചിരിക്കുകയാണ്. ഉമർ ഞെട്ടുകയാണ്. സിദ്ദീഖിനേക്കാളും മഹാനായ ഒരു മനുഷ്യൻ അങ്ങല്ലാതെ ഇല്ലല്ലോ നബിയേ. അങ്ങ് എന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവാൻ കടന്നു വരികയോ? ഉമർ ഇബ്നുൽ ഖത്താബ് സന്തോഷാദിക്കുന്നുണ്ട്, ബാഷ്പം ഒഴുകുകയാ. റസൂലുള്ളാഹിക്ക് പ്രിയപ്പെട്ട മകളെ കല്യാണം കഴിക്കാനുള്ള താല്പര്യം അറിയിക്കാൻ ഉമർ തന്റെ പ്രിയപ്പെട്ട മകളുടെ അരികിലേക്ക് ഓടുമ്പോ വഴിയിൽ കാണുന്നു സയ്യിദുൽ ഔലിയാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോൾ ഉമർ ഫൈസ് ചെയ്തില്ല. അപ്പണക്കം വല്ലാതെ അങ്ങനെ ഒന്നും പറയാതെ പറഞ്ഞാൽ അപ്പൊ ശ്രദ്ധിക്കലാണ് ഉമറേ എന്തൊന്നും ഉണ്ടാച്ച്, നിങ്ങളെന്താ നേരത്തെ ഒന്നും ഉണ്ടാഞ്ഞ്, നിങ്ങളെന്താ നേരത്തെ ഒന്നും ഉണ്ടാഞ്ഞ്? ഞങ്ങളോട് എത്ര സങ്കടത്തിൽ വന്നിട്ടാ എന്റെ മാളെ കാര്യം പറഞ്ഞു, നിങ്ങൾ എന്തൊന്നും ഉണ്ടാഞ്ഞു? സിദ്ദീഖ് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ, അല്ലാഹുവിന്റെ ഹബീബ് വിധവയായി മാറി നിന്റെ പ്രിയപ്പെട്ട മകളെ കല്യാണം കഴിക്കാനുള്ള അന്വേഷണോ നടത്തുന്നത് ഞാൻ കേട്ടിരുന്നു ഉമറേ. പക്ഷെ അത് റസൂലുള്ളാഹിന്റെ ഒരു സ്വകാര്യമാണ്. അത് റസൂലുള്ള പറയാതെ ഞാനങ്ങ് പറയാൻ മടിച്ചതുകൊണ്ടാണ് ഒന്നും പറയാതിരുന്നത് ഉമറേ. റസൂലുള്ള എങ്ങാനും നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാനുള്ള ഒരു അന്വേഷണം നേരത്തെ നടത്തിയത് ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മകളുടെ ഭർത്താവാകാമായിരുന്നു ഉമറേ എന്ന് പറഞ്ഞ് സിദ്ദീഖ് അങ്ങ് കരയുകയാ. ഈ ഹഫ്സ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ റസൂലുള്ളാഹിന്റെ മുമ്പിൽ കരയുകയാണ്, നബിയേ, എനിക്കല്പം ദേഷ്യമുള്ള പെണ്ണാണ് നബിയേ. ഞാൻ അങ്ങയുടെ ഭാര്യ പദവിയിലിരിക്കുമ്പോൾ അങ്ങയോട് യോജിക്കാത്ത വല്ല അക്ഷരങ്ങളും എന്റെ ഭാഗത്ത് നിന്ന് വരുമോ, സ്വഭാവങ്ങൾ പ്രകടമാകുമോ എന്നതിൽ ഞാനും വല്ലാത്ത പേടിയിലാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഹഫ്സ ബീവിയെ ആശ്വസിപ്പിക്കുകയാണ്, ഹഫ്സ ബീവിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അതോടുകൂടി ഹഫ്സ ബീവിയുടെ ജീവിതത്തിൽ നിന്ന് ആ വീഴ്ച എന്നവർക്ക് തോന്നിപ്പോയിരുന്ന സ്വഭാവം എടുത്തു കളയുകയാണ്. അതുകൊണ്ടല്ലേ ചങ്ങലത്തിപ്പോര് പോലുമില്ലാതെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഗസ്റ്റ് ഹൗസ് നിർമ്മിക്കാനുള്ള തീരുമാനം പറയാൻ റസൂലുള്ളാഹിന്റെ ഭാര്യമാരായ ആയിഷയും ഹഫ്സയും കൂടെ പുറപ്പെടുകയാണ്. ലോക ചരിത്രത്തിൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ഒരാൾക്കുമില്ലാത്തൊരു സ്ഥാനം ഹഫ്സ ബീവിക്കുണ്ടായിട്ടുണ്ട്. ഏതാണെന്നറിയോ? ഹഫ്സ ബീവിയുടെ കയ്യിലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് പകർത്തിയെഴുതിയിട്ടുള്ള വിശുദ്ധമായ ഖുർആനിന്റെ സുശക്തമായ കോപ്പി ഉണ്ടായിരുന്നത്. അത് കയ്യിൽ സൂക്ഷിച്ചത് ഹഫ്സ ബീവിയാണ്. ഹഫ്സ റളിയല്ലാഹു തആല അൻഹാ വഫാത്തായത് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്താണ്. അവരുടെ ജനാസക്ക് മുആവിയ നേതൃത്വം കൊടുക്കുകയാണ്. ഹഫ്സ ബീവി റളിയല്ലാഹു തആല അൻഹാ വഫാത്തായ ശഅബാനിൽ അവിടുത്തെ ചരിത്രം പറഞ്ഞുകൊണ്ട് നിർത്തുമ്പോ അവരുടെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിനെ കബൂലാക്കണേ അല്ലാഹ്. അരക്കൽ മുല്ലക്കോയത്തങ്ങളും വഫാത്തായ ഈ മാസത്തിലാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും വഫാത്തായ ഈ മാസത്തിലാണ്. സദഖത്തുള്ള മുസ്ലിയാർ വഫാത്തായ ഈ മാസത്തിലാണ്. മലപ്പുറം ശ്രോതാക്കളുടെ ധീരോദ്ധാത്തമായ വീരചരിത്രത്തിന് സാക്ഷിയായത് ഈ മാസത്തിലാണ്. റബ്ബേ, എല്ലാവർക്കും ദറജ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. അതിനുള്ള
പുഴക്കരക്കിലേക്ക്, കേരളക്കരയിലേക്ക്, സമുദ്രത്തിന്റെ മുകളിൽ മുസല്ല വിരിച്ചതിന്റെ മുകളിൽ നിസ്കരിച്ചിട്ട് കറാമത്തും കാണിച്ചുകൊണ്ട് കടന്നു വന്ന മമ്പുറം തങ്ങളെ പോലും ബഹുമാനിച്ചിരുന്ന മഹാനായ ഒരു സയ്യിദിന്റെ പേരക്കുട്ടി, ഇന്ന് ഈ ഉമ്മത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന സയ്യിദിന്റെ പേരക്കുട്ടിയായ തങ്ങളുപ്പാപ്പാന്റെ ദുആക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നത്. റബ്ബേ, ക്യാൻസർ അധികരിച്ച് ഈ കാലത്ത്, വിഭ്രാന്തി അധികരിച്ച് ഈ കാലത്ത്, സുഹൃ അധികരിച്ച് ഈ കാലത്ത്, കൊല അധികരിച്ച് ഈ കാലത്ത്, പ്രകമ്പനം അധികരിച്ച് ഈ കാലത്ത്, തീക്ഷ്ണമായ ഉഷ്ണം കൊണ്ട് 1000-ലേറെ ആളുകൾ കരിഞ്ഞ് മരിച്ചു വീണത് ദിനം പ്രതി പേപ്പറിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തമ്പുരാന് നേപ്പാളിൽ 10,000-കണക്കിന് ചില്ലറ രാത്രികളെ കൊണ്ട് ചാമ്പലായ റിപ്പോർട്ട് കണ്ട് ഞെട്ടി കാലത്ത് റബ്ബേ, തങ്ങളുപ്പാപ്പാന്റെ ദുആ കൊണ്ട് ഞങ്ങളെ അവരെയും ഈ സമൂഹത്തെയും രക്ഷപ്പെടുത്തണേ അല്ലാഹ്.